പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ
നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമല്ല, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ 10% മാത്രമാണ് പ്രാർത്ഥനാ ജീവിതം. പിന്നെ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അനുഷ്ഠാന ജീവിതമാണെന്നാണ്, ആചാര ജീവിതം. അതുമല്ല. വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ആദിമസഭയുടെ കോൺസെപ്റ്റ് ഉണ്ട്. അത് അടിപൊളി കോൺസെപ്റ്റാണ്. അതാണ് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസമെന്ന്. അത് യോഹന്നാൻ അവസാനത്തെ വെളിപാടുകളിലൊന്നാണത്. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. എനിക്ക് തോന്നിയിരിക്കുന്നത്, എൻ്റെ ഇത്രയും നാളുള്ള ആധ്യാത്മികമായ അന്വേഷണത്തിൽ എനിക്ക് വാട്ട് ഈസ് ഫെയ്ത്ത് എന്ന് ചോദിച്ചാൽ, ബൈബിൾ ഒത്തിരി ഫെയ്ത്തുകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ബേസിക് ഒരു മാതൃകാ വിശ്വാസം എന്ന് വെച്ചാൽ ക്രിസ്തീയ വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? അത് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ഇപ്പം നമ്മളിൽ ലോകത്തിൻ്റെ ഒത്തിരി ഘട്ടങ്ങളുണ്ട്. ഈ നമ്മൾ പറയത്തില്ലേ, വെള്ളത്തിലാണ് വള്ളം കിടക്കേണ്ടതെന്നൊക്കെ പറയത്തില്ലേ. അല്ലാതെ വള്ളത്തിൽ കിടക്കരുതെന്ന് പറയും, വള്ളം പൊങ്ങിപ്പോകും. വെള്ളം ആവശ്യമാണ് വള്ളം തുഴഞ്ഞു പോകാൻ വേണ്ടി. പക്ഷെ ചില സമയത്ത് ഈ വെള്ളം വന്ന് വള്ളത്തിൽ കിടക്കും, അപ്പോൾ വള്ളം പൊങ്ങിപ്പോകും. അത് ലോകത്തിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ ലോകത്തിലാണ്, അതേസമയത്ത് ലോകം നമ്മളിൽ വന്ന് നിറയും, അതോടെ ജീവിതം മുങ്ങിപ്പോകും. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ ഈ ലോകം എന്ന് പറയണത്? ഈ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ ഉള്ള ധ്യാനങ്ങളിലൊക്കെ ഞാൻ പറയത്തില്ല നിങ്ങളോട്. അത് പ്രത്യേകിച്ച് 2 Pത്രോസ് 1:4 ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് ഈ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നതനുസരിച്ച് ഇപ്പൊ ദൈവിക സ്വഭാവം നമ്മളെ ഘട്ടം ഘട്ടമായി നമ്മളിൽ കൂടുന്നതനുസരിച്ചാണ് പങ്കുകാരാകുന്നതിന്. എന്താണ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞത്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടോ, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടോ, ജ്ഞാനത്തെ ക്ഷമ അല്ലെങ്കിൽ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ സഹനശക്തി അഥവാ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും. കണ്ടാ, ഉപവിയിലേക്ക് വരുമ്പോൾ ഈ ഉപവിക്കൊരു ചെറിയൊരു കുഴപ്പങ്ങളുണ്ട്. നമ്മൾ ഈ ഉപവി എന്ന് പറയണത് ബൈബിളിൽ ഈ തർജിമയിൽ ഇരുട്ടുമുറിയിലെ കറുത്ത പൂച്ചയെ പിടിക്കണ ഒരു പരിപാടിയാണ്. ഇരുട്ടുമുറി കറുത്ത പൂച്ചയെ പിടിക്കാൻ കിട്ടത്തില്ലല്ലേ. അത് കാരണം ഈ ഉപവിയെ നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഉപവി നമ്മൾ പറയും സൽപ്രവൃത്തിയാണെന്ന് വെച്ചാൽ ഉപവി ശരിക്കും പറഞ്ഞാൽ സൽപ്രവൃത്തിയാണ്. പക്ഷെ ലോകം മരിച്ചുപോയൊരു സൽപ്രവൃത്തിയാണ് ഉപവി. എല്ലാത്തിൻ്റെ അകത്തും ഈ ലോകത്തിൻ്റെ ഒരു ഷെയ്ഡ് കിടപ്പുണ്ടാകും. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കണം. അയാളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും എല്ലാം അവിടെയാണ്. അയാളെ വെന്റിലേറ്ററിൽ കൊണ്ടുവന്ന് മുറി കിടത്തിയെങ്കിലും ഓക്സിജൻ എടുക്കുന്നുണ്ട്, പക്ഷേ ബോധമില്ല, കണ്ണും കാണാൻ പറ്റില്ല. ബോധമില്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അയാളുടെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളൊക്കെ എടുക്കുന്ന അയാളുടെ ഭാര്യയാണ്. അയാളുടെ ജീവിതകാലത്ത് ഭയങ്കര തെറിയും ബഹളമൊക്കെ ആയിരുന്നു, അടിയിടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പം ഇങ്ങനെ പെട്ട് കിടക്കുന്നത്. ഭാര്യയ്ക്ക് ഒന്നും തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഈ ഇടയ്ക്ക് ഒന്ന് കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളുണ്ടൊക്കെ ഉണ്ടായെന്നല്ലാതെ പ്രത്യേകിച്ച് ഈ മനുഷ്യൻ്റെയൊക്കെ ഒന്ന് ഒരു ഹസ്ബൻഡ് കിട്ടാൻ പറ്റിയ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സ്നേഹം അങ്ങോട്ട് തോന്നാൻ നമുക്ക് മനുഷ്യരല്ലേ, നമുക്ക് തോന്നണ്ടേ? അപ്പോൾ എന്നിട്ടും ഈ സ്ത്രീക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ സ്ത്രീ
അദ്ദേഹത്തിൻ്റെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ എടുത്ത് നല്ല ആകൃതപ്പെട്ട ജീവിതത്തിൽ എൻ്റെ പങ്കാളിയായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അയാൾ ഇനി അവിടെ കിടന്ന് മരിച്ചു എന്ന് വിചാരിച്ചോ? ഒരു പുഞ്ചിരിയോ? ഇവർ ആ മനുഷ്യന് വേണ്ടി ചെയ്ത കാര്യത്തിന് പ്രതിനന്ദിയായിട്ട് ഇടി എനിക്ക് തെറ്റിപ്പോയി, നിൻ്റെ കൂടെ ജീവിച്ചിട്ട് 10-30 കൊല്ലം നമ്മൾ ജീവിച്ചിട്ട് എനിക്ക് നിന്നെ ഒന്ന് സഹായിക്കാൻ പറ്റിയില്ല, നിന്നെ സന്ധിക്കാൻ പറ്റില്ല, നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പോലും പറയണ മുമ്പ് അയാൾ മരിച്ചു പോകും. എന്നിട്ട് തൻ്റെ ഒരു കടമ പോലെ, ദൈവത്തോടെ കടമ പോലെ ഭാര്യ അത് ഒരു നന്ദി പോലും മേടിക്കാതെ അതെല്ലാം കർത്താവിന് കാഴ്ചവെക്കും, കർത്താവിൻ്റെ നാമത്തെ പ്രതി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിഫലമില്ലാത്ത ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന നിത്യജീവനെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞ ഉപവി എന്ന് പറയണത്. അങ്ങനെ ഉപവിയല്ല, ഈ വിശ്വാസത്തിൻ്റെ അവസാന രൂപമേ ഉപവിയാണ്. അതുകൊണ്ട് ഈശോ പറയണത് എന്താണ്? നിങ്ങൾ ഇടത്ത് കൈ ചെയ്യണത് വലത്ത് കൈ അറിയാതിരിക്കട്ടെ. മത്തായി 6:3. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന്. അത് രഹസ്യം കണ്ട, ഈ രഹസ്യത്തിൽ ചെയ്യുന്ന വിഷയത്തിനാണ് ഈ ഉപവി എന്ന് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്. നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇതാണ് ഈ ഉപവിയുടെ സംഭവം. അപ്പൊ ദൈവത്തെ മാത്രം മുൻനിർത്തി പരസ്യങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ ഈ നമ്മള് പല ആൾക്കാരും സൽപ്രവർത്തിക്കാർ ഡെയിലി വേജസ്സുകാരാണ്. എന്നുവെച്ചാൽ അവരപ്പം ചെയ്യണ നന്മയുടെ പ്രവൃത്തി അവർക്ക് അപ്പം തന്നെ വേണം. അതാണ് ഈ വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ഡെയിലി വേജസ്സുകാരാണ്. അതായത് എല്ലാവരും അറിയിച്ചേ ചെയ്യത്തുള്ളൂ, അത് അല്ലെങ്കിൽ ചെയ്ത് വെച്ചും മറ്റു മനുഷ്യരോട് പറയും. ഇങ്ങനെ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രോഡക്റ്റ് ഇത് ഡെയിലി വേജസ്സാണ്. അന്നന്ന് പണിയെടുത്ത് അന്നന്ന് ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. നിത്യതയ്ക്ക് നിക്ഷേപമില്ല. അതേ പ്രശ്നം വെച്ചാൽ നിത്യതയുടെ നിക്ഷേപമാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെയിലി വരുമാനം ഇല്ലെങ്കിലും നിത്യതയിലൊരു നിക്ഷേപം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്ന ദൈവസ്നേഹ പ്രവർത്തനങ്ങളാണ്, കൃപാവര പ്രവർത്തനങ്ങളാണ് ഉപവികളെന്ന് പറഞ്ഞത്. ഈ നമ്മൾ ഉപവിയിലേക്ക് ഒരു വ്യക്തി എത്തിയാൽ മറ്റുള്ളവർ നന്ദി പറഞ്ഞാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ഒരു പ്രശ്നവുമില്ല. ഐ ആം സോ ഹാപ്പി ബിക്കോസ് ഐ ഹാവ് ഡൺ ഇറ്റ് ഫോർ ജീസസ്. ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തതാണെന്ന് ഇങ്ങനെ ഭംഗിവാക്കൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതല്ല, നമ്മുടെ മനസ്സിൽ വി മസ്റ്റ് ബി കണ്ടന്റഡ്. ആ വിഷയത്തിൽ ആന്തരിക തൃപ്തി ഉണ്ടാകണം നമുക്ക്. അപ്പം നമ്മൾ ഉപവിയിലായി. ഈ ഉപവിയിലായി കഴിഞ്ഞാൽ വി ഹാവ് നോ കംപ്ലൈൻറ്റ്. നമുക്ക് പിന്നെ കംപ്ലൈൻറ്റ് ഇല്ല. മാതാവിൻ്റെ ഏറ്റവും വലിയ സംഭവം ഉപവിയാണ്. ജീവിതം മൊത്തം ഉപവിയാണ്. ഉപവിക്ക് കർത്താവ് വചനം മാംസമായി നമ്മുടെ വസിച്ചു, മറിയം ഉപവി മാംസമായി നമ്മുടെ വസിച്ചതാണ്. നോ കംപ്ലൈൻറ്റ്. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നൊക്കെ പറയണില്ലേ, ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നൊക്കെ പറയും. എല്ലാവർക്കും അമ്മയെ ആക്രമിക്കുന്നതിന് ഭയങ്കര മത്സരമാണ് ലോകത്ത്. പക്ഷെ അമ്മ ആരാണെന്ന് ഇന്ന് വരെ നമുക്കറിയത്തില്ല. നമുക്കറിയാവുന്നതൊക്കെ വളരെ സ്പെക്കുലേറ്റീവ് ഫിലോസഫിക്കൽ തിയോളജിക്കൽ നോളജാണ്. അതൊരു ഇൻഫർമേഷൻ്റെ ഫലമേ ചെയ്യത്തുള്ളൂ. ആന്തരികമായിട്ട് ഈ വ്യക്തിത്വത്തെ ദൈവം എങ്ങനെയാണ് വചനത്തെ കൈമാറാൻ വേണ്ടി സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയത്, അതിൻ്റെ പ്രധാന കാരണം ഉപവി മാംസം ധരിച്ച്. നമ്മളെപ്പോഴും മരിയന് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മയെപ്പോലെ ഉപവിയുടെ ഒരു ജീവിതത്തിലേക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ആരും നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിലും ആന്തരികമായ സന്തോഷത്തിൽ ആന്തരിക തൃപ്തിയോട് ജീവിക്കാൻ അമ്മേ പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് നിന്നെപ്പോലെ ഹൃദയത്തെ സംഗ്രഹിച്ച് ജീവിക്കും. എൻ്റെ പേര് ഡേവിഡ്. ഞാൻ കൽപ്പറമ്പ് നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ അങ്കിത, ഇതെൻ്റെ മൂത്ത മകൻ ക്രിസ്റ്റോ ഡേവിഡ്, ഇതെൻ്റെ ഇളയ മകൻ ക്രിസ്റ്റി ഡേവിഡ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബർ 4-നാണ്. ഞാൻ പല ജോലി പ്രശ്നം വഴി മാതാവ് എനിക്ക് ജോലി ഗൾഫിലേക്ക് സാധിച്ചു. അതാണ് എൻ്റെ ഫസ്റ്റ് ഉടമ്പടി, ഫസ്റ്റ് സാക്ഷ്യം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. എൻ്റെ മകൻ ക്രിസ്റ്റോനെ പറ്റി സാക്ഷ്യം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്.
ആള് മൂത്ത മകൻ ഓട്ടിസം, മൈൽഡ് ഓട്ടിസം വഴി വളരെയധികം വേദനയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയുണ്ടായിരുന്നു. അത് ആൾ ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റീസ് മൂലം സ്കൂളിലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കര മറ്റുള്ളവരെ ശല്യം, ഉന്താനും തള്ളാനും തുപ്പാനും അങ്ങനെ ഭയങ്കര നിലത്ത് നിന്ന് ഉരുളാനും സ്ഥലത്തു നിന്ന് കൊണ്ടുപോകാൻ തന്നെ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ നമ്മൾ ഉടമ്പടി എടുത്ത് അതിനുള്ള ഞാൻ ഉടമ്പടി എടുക്കുന്ന തൊട്ടടുത്തുള്ള ആൻറ്റി വഴി അറിഞ്ഞാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഉടമ്പടിയുടെ ധ്യാനം നമ്മൾ ഓൺലൈനിൽ കാണുകയും അതിൽ പറഞ്ഞ പ്രകാരം വചനപ്രകാരം എല്ലാം ചെയ്യാനും വചനം പഠിക്കാനും ധ്യാനിക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചു. അതുമൂലം മകനിൽ വളരെയധികം മാറ്റങ്ങൾ പിന്നീട് പ്രകടമായി. ഇവിടുന്ന് അതായത് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം മകനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അസുഖം കൂടി വരാനുള്ള ചാൻസ്, ഇനിയിപ്പോൾ ഇങ്ങനെ ആക്ടിവിറ്റീസും ഹൈപ്പർ ആക്ടിവിറ്റീസും ഒക്കെ കൂടുതൽ ഇതിലേക്ക് ഭയങ്കര ഇത് കൂടി വരാനുള്ള സാധ്യത എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ കർത്താവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പരിശുദ്ധ ഉടമ്പടിയിടത്തിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ വളരെയധികം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. മകളിലും അത് പ്രകടമായി. പിന്നീട് ഇപ്പോൾ വളരെയധികം ശാന്തനാവുകയും എൻ്റെ സ്കൂളിലും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇപ്പോൾ പറയണത്. പണ്ട് ഉച്ചവരെ ക്ലാസ്സിൽ വിട്ടിരുന്നുള്ളൂ. ഇപ്പോൾ ടീച്ചർമാർ തന്നെ പറഞ്ഞു ഇപ്പോൾ നമ്മൾ മുഴുവൻ സമയം സ്കൂളിൽ തന്നെ വിടാനും നമുക്ക് സാധിക്കുന്നുണ്ട്. വളരെയധികം മാറ്റം ടീച്ചർമാർ തന്നെ ഇപ്പോൾ പറയണത്, ഇപ്പോൾ വളരെയധികം ശാന്തനാണ്, സ്നേഹത്തോടെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വളരെയധികം മാറ്റം അവരിൽ പ്രകടമായി. അപ്പോൾ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക, കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും വിശ്വസിച്ച് നമ്മൾ ഉടമ്പടി പ്രകാരം ചലിച്ചപ്പോൾ അതിനുള്ള മാറ്റങ്ങൾ പ്രകടമായി. മാതാവിലൂടെ നമ്മൾ വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു. ആശ്രമത്തിൽ വന്ന് പല പ്രാവശ്യം ഉടമ്പടി പുതുക്കാനും ഉടമ്പടിയിലെ ചട്ടങ്ങൾ എല്ലാം പാലിക്കാനും ശ്രമിച്ചിരുന്നു. ഉടമ്പടി തൈലം പുരട്ടാനും അതേപോലെ ഉപ്പ്, തേൻ മുതലായവ നമ്മൾ വേണ്ട വിധം ചെയ്യാനും നമ്മൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ മാറ്റം എന്നോണം നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ച് വിശ്വസിക്കുന്നു. ലൂക്കാ 1:37 പറഞ്ഞ പ്രകാരം ദൈവത്തിനൊന്നും അസാധ്യമായില്ല. ജോസഫ് അച്ഛൻ പറയണ പോലെ ഇറ്റ് ഈസ് നോട്ട് അവർ മെറിറ്റ്, ഇറ്റ് ഈസ് ഗ്രേസ് ഫ്രം ലോഡ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവ് വഴി ദൈവത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾ കൊടാനുകൊണ്ട് വളരെയധികം ഞാൻ നന്ദി പറയുന്നു. ഞാനും എൻ്റെ കുടുംബവും ഏറ്റുപറഞ്ഞു, യേശുവിനെ ഏറ്റുപറയുന്നു. ഞാൻ പ്രവർത്തനമായിട്ട് ഞാൻ ഉടമ്പടി പാത്രം എല്ലാവരോടും നമുക്ക് കിട്ടിയ സാക്ഷ്യം അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഈ ഉടമ്പടിയിൽ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് ആശുപത്രികളിലും എല്ലാം പോയി അവിടുത്തെ രോഗികളെ സന്ദർശിച്ച് നമുക്ക് പറ്റണ പോലെ നമ്മുടെ തന്നെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മൾ ശ്രമിച്ചിരുന്നു. പിന്നെ വയസ്സായവരും നമ്മുടെ റിലേറ്റീവ്സ് ഉള്ളവരുടെ അവശരായവരെയൊക്കെ സന്ദർശിച്ച് ഈ കാശുരൂപം വെച്ച് അവരെ പ്രാർത്ഥിക്കുന്ന വഴി അതിലൂടെ കുറേ ഡെലിവറൻസ് ലഭിച്ചതായും എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. പിന്നെ ഞാൻ അതേ പ്രകാരം ഞാൻ ധ്യാനം കൂടുവാനും പിന്നെ ആധ്യാത്മിക ജീവിതത്തിൽ കുമ്പസാരം ആഴ്ചയിൽ 2 പ്രാവശ്യം, മാസത്തിൽ 2 പ്രാവശ്യം, രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും ഞാൻ ചെയ്തിരുന്നു. കുർബാനകളിൽ ഞായറാഴ്ച കുർബാന മുടക്കമില്ലാതെ പോവുകയും അതേപോലെ പ്രകാരം സാധിക്കുന്ന സമയങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാന ഭക്തിപൂർവ്വം അർപ്പിക്കാനും ഞാൻ ശ്രമിച്ചിരുന്നു. ദൈവത്തിൽ നിന്നും ലഭിച്ച ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ ദൈവത്തിൽ നിന്ന് ലഭിച്ച കൃപയായി, ഒന്നും നമ്മുടെ മെറിറ്റല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ യേശുവിനെ പറ്റിയും മാതാവിനെ പറ്റിയും മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ കിട്ടുന്ന സാഹചര്യം ഞാൻ പരമാവധി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ മറ്റുള്ളവരിലേക്ക് ദൈവത്തെ എത്തിക്കാനും നമ്മുടെ അമ്മ മാതാവ് വഴിയായി നമുക്ക് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ വിശ്വാസവും മറ്റുള്ളവരിലേക്ക് നൽകാനും നമുക്ക് കഴിയും പ്രകാരം ഞാൻ ചെയ്തിരുന്നു. എൻ്റെ ജോലി മേഖലയിലാണെങ്കിലും തന്നെയും ജോലി സ്ഥലങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ റിലേറ്റീവ്സ് സുഹൃത്തുക്കളിലും എല്ലാം ദൈവത്തിൻ്റെ വചനപ്രകാരം വചനം ഷെയർ ചെയ്യാനും എല്ലാം പറ്റും വിധം ഞാൻ ചെയ്തിരുന്നു. കൂടാതെ
വളരെ ഞാൻ ധ്യാനത്തിന് സംബന്ധിക്കാനും ഉടമ്പടി ധ്യാന ചൊവ്വാഴ്ചകളിൽ ഓൺലൈനായിട്ട് സംബന്ധിക്കും. അതേപോലെ തന്നെ ഡെയിലി ബ്രെഡ് അത് സംബന്ധിക്കുമായിരുന്നു. അത് ഡെയിലി കണ്ടിന്യൂസ് എല്ലാം ഉടമ്പടി പ്രാർത്ഥനകൾ മുടക്കം കൂടാതെയൊക്കെ നാം ചെയ്തിരുന്നു. ഉപ്പ്, തേൻ മുതലായവ ഉപയോഗിച്ചിരുന്നു. ഇതിലൂടെയൊക്കെ പിന്നെ നമ്മുടെ വേതനത്തിൻ്റെ ഒരു വിഹിതം ലഭിക്കുമ്പോൾ അത് പാവപ്പെട്ട കാരുണ്യ പ്രവൃത്തിയായിട്ട് പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ രോഗികൾക്കും അവസരക്കും എല്ലാം കർത്താവിനെ പറ്റി അറിയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒന്നും നമ്മുടെ മെറിറ്റോ നമ്മുടെ യോഗ്യതയോ അല്ല, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്കത് സാധിച്ചു. നമ്മുടെ കുടുംബത്തിന് ദൈവം നൽകിയ അതായത് ലൂക്ക 1:37 പ്രകാരം ദൈവത്തിനൊന്നും അസാധ്യമായില്ല ഇല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ഈ അവസ്ഥയിലും ദൈവം ഈ പ്രവർത്തിച്ചത്, ഈ കൊച്ചിൻ്റെ ഈ അവസ്ഥയിലും ഡോക്ടർമാർ പോലും തള്ളിക്കളഞ്ഞ ഈ അവസ്ഥയിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ച പ്രകാരം എനിക്ക് പരിശുദ്ധാത്മാവാണ് ശക്തി നൽകിയത്. ഈ വചനത്തിൽ വിശ്വസിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതായത് രോഗിയുടെ അടുത്ത് കർത്താവ് പറയേണ്ടല്ലോ, നിൻ്റെയോ ഇവൻ്റെയോ അതേ പ്രകാരം ഇവൻ്റെ കുടുംബത്തിൻ്റെയോ പ്രോബ്ലം മൂലമല്ല പിന്നെ ഇത് സംഭവിച്ചത്, ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവം നമ്മൾ പ്രവർത്തിക്കാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളിലെല്ലാം പ്രവർത്തിക്കാനായിട്ടാണ് ഈ ഓരോ തീക്ഷ്ണമായ ഇതിലൂടെ ഓരോ പീഡനങ്ങളിലൂടെ കടന്നു പോയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവത്തിനും അമ്മ മാതാവിനും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയുന്നു. താങ്ക് യു. എന്നാൽ ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും. എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മിഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വചനമാണ്. എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. മനുഷ്യ സഹായം പരാജയപ്പെടുമ്പോഴും ദൈവം ഒരിക്കലും പരാജയപ്പെടില്ല. നമ്മുടെ രക്ഷകനായ ദൈവം വെറും നിരീക്ഷകനല്ല, ദൈവം രക്ഷകനാണ്. നമ്മുടെ ദൈവം നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്ന ഒരു ദൈവമാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ നിലവിളികൾ കേൾക്കും. ആ നിലവിളികൾ കേൾക്കുവാനായിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. ജീവിതത്തിലെല്ലാം തകർന്നു പോയെന്ന് തോന്നുന്ന നിമിഷങ്ങളിലും എല്ലാവരും നമ്മെ കൈവിട്ടു എന്ന് വിചാരിക്കുമ്പോഴും ദൈവത്തിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ചിലപ്പോൾ സമയം വൈകാം, പക്ഷേ ഉത്തരമില്ലാതെ നമ്മെ വിടുകയില്ല. പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലെത്തുന്ന ഓരോരുത്തരും രക്ഷകനായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി കാത്തിരിക്കുന്നവരാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായിട്ട് ദൈവം നൽകിയ ഒരു അവസരത്തിൻ്റെ സാക്ഷ്യമാണ് ഡേവിഡ് എന്ന സഹോദരൻ നമ്മളോട് പങ്കുവച്ചത്. ഒരു മകൻ 4 വർഷത്തോളം ഹൈപ്പർ ആക്റ്റീവായിട്ട് ഓട്ടിസം ബാധിച്ച് വളരെ ബുദ്ധിമുട്ടുകളുടെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായിരുന്നു. സ്കൂളിലും വീട്ടിലും വളരെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമായിരുന്നു. സ്കൂളിൽ നിന്ന് പോലും കൊണ്ടുപോകുവാനായിട്ട് പറഞ്ഞിരുന്നു. ബിഹേവിയർ തെറപ്പി ചെയ്തു, മറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. പിന്നീട് ഇവർ വന്ന് വിശ്വാസത്തോടെ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും തേനും മാത്രമാണ് ഈ മകന് കൊടുത്തിരുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ വിശ്വാസത്തിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് ഈ മകന് വളരെ ഒരു മാറ്റം, 4 വർഷമില്ലാത്ത ഒരു മാറ്റമാണ് ഉടമ്പടി എടുത്തതിൽ പിന്നെ ഈ കൊച്ചുമകൻ്റെ ജീവിതത്തിലുണ്ടായത്. വളരെ റെസ്റ്റ്ലെസ് ആയിരുന്ന ഒരു കുട്ടിയായിരുന്നു. സ്കൂളിൽ നിന്ന് പല പ്രാവശ്യവും വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന സിറ്റുവേഷനായിരുന്നു. ഹാഫ് ഡേ ക്ലാസ് ആയിരുന്നു. ഇപ്പോൾ ടീച്ചേഴ്സും കൂട്ടുകാരും നാട്ടുകാരുമെല്ലാം സന്തോഷത്തോടെ ഈ മകനെപ്പറ്റി നല്ല കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ഇമ്പ്രൂവ് ആയി ഒത്തിരി മാറ്റം വന്നു എന്നാണ് ആ കുട്ടി നമ്മുടെ മുന്നിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്നാണ് ഡേവിഡ് വീണ്ടും പറഞ്ഞത്.
മനുഷ്യരുടെ ജീവിതത്തിൽ അസാധ്യമാകുന്ന കാര്യങ്ങൾ സാധ്യമാക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയണത്, ഈശോയുണ്ട് നമ്മുടെ കൂടെയെന്ന്. ഓരോ സമയവും നമ്മൾ വിചാരിക്കും നമുക്ക് പറ്റില്ല. ചിലപ്പോൾ ഡോക്ടേഴ്സ് വിൽ ഗിവ് അപ്പ്, അവർക്കും പറ്റില്ല. മാനുഷികമായിട്ട് നടക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ നിയോഗങ്ങളിൽ ഉടമ്പടിയിൽ നമ്മൾ സമർപ്പിക്കുന്നത്. പിന്നെ അവരൊക്കെ അങ്ങ് വിട്ടുകൊടുക്കുക. ഈശോയും അമ്മയും തക്ക സമയത്ത് നമുക്ക് ചെയ്തു തരുമെന്ന പ്രതീക്ഷയോടെ. വീണ്ടും ഈ മകൻ പറഞ്ഞത്, ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല, പക്ഷേ ദൈവത്തിൻ്റെ ഗ്രേസാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. അവർക്ക് ആ കുട്ടി ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സാക്ഷിയായി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. മനുഷ്യ സഹായമില്ലാതാവുമ്പോൾ പോലും ദൈവം കേൾക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഈ മക്കൾ ഇന്നിവിടെ നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലും നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. നമ്മുടെ നിയോഗങ്ങൾ, നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുത്ത് മറ്റൊരുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റു കാര്യങ്ങൾ ചെയ്യാം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നമുക്കും വിശ്വസിക്കാം. ഈ പ്രത്യേകിച്ച് ഈ മകന് കിട്ടിയ വലിയൊരു രോഗസൗഖ്യത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. പേര് മെർലിൻ, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്, ഇതെൻ്റെ കുഞ്ഞ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന എൻ്റെ 3ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. എനിക്ക് 6 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. 2018 ഡിസംബർ 24-ാം തീയതി മുതലാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 2018 എൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. അതിൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ മുൻപിൽ പറഞ്ഞിട്ടുണ്ട്. 6 വർഷമായിട്ട് കുട്ടികളില്ലെങ്കിലും ഞാൻ ദൈവത്തിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു ട്രീറ്റ്മെൻറ്റിനോ ഹോസ്പിറ്റലിലോ ഞാൻ പോയിട്ടില്ല. എനിക്ക് ദൈവം എല്ലാം അതിൻ്റേതായ തക്ക സമയത്ത് ഇന്നോളം തന്നിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിനൊരു സമയം, ഒരു പദ്ധതി എന്നെക്കുറിച്ച് ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അതുകൊണ്ട് കുട്ടികളില്ലാത്ത ചോദ്യങ്ങൾ വരുമ്പോഴും ദൈവം എനിക്ക് തരും എന്ന് ഞാൻ വിശ്വസിച്ചു. 6 വർഷമായിട്ട് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കണ്ടപ്പോൾ ഇനിയും കുറച്ചും കൂടെ സമയം ചുരുക്കം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ അച്ഛനെ വന്ന് കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ജോസഫ് അച്ഛൻ്റെ അടുത്ത് വരികയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, എൻ്റെ യോഗ്യതയല്ല, അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയിൽ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ 1 ജാനുവരി 2025 ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചത്. ഫെബ്രുവരി 11 ആയപ്പോഴത്തേക്ക് ഞാൻ കൺസീവ് ആവുകയും നവംബർ 12-ാം തീയതി 2025 ദൈവം എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അവൻ്റെ പേര് നദാനിയൽ എന്നാണ് ഇട്ടത്. കാരണം ഇത് എൻ്റെ യോഗ്യതയിൽ കിട്ടിയതല്ല, പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ദാനമാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. എൻ്റെ കുഞ്ഞ് ഗർഭിണിയായ സമയത്ത് സ്കാനിങ്ങിന് പോകുമ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എനിക്ക് 35 വയസ്സുണ്ട്. അപ്പോൾ 35 വയസ്സുള്ള ഒരാൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കുട്ടികൾക്ക് കാണിക്കുന്ന പതിവാണ്. അപ്പം ഞാൻ അതുകൊണ്ട് സ്കാനിങ്ങിന് പോകുമ്പോൾ ടെൻഷൻ അടിച്ചായിരുന്നു ഇരുന്നത്. എൻ്റെ ഫസ്റ്റ് സ്കാനിങ്ങിന് പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ കാണുകയും അച്ഛൻ എൻ്റെ എല്ലാ സ്കാനിങ്ങിൽ ചെയ്യുന്ന എല്ലാ ഇമേജസും ഇങ്ങനെ ബ്ലസ് ചെയ്യുന്നതായിട്ട് എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി. പിന്നീട് നടന്ന എൻ്റെ ഒരു സ്കാനിങ്ങിലും എനിക്ക് കുഞ്ഞിന് പ്രോബ്ലംസ് ആയിട്ട് ഒന്നും പറഞ്ഞില്ല. കാരണം എൻ്റെ പ്രഗ്നൻസിയുടെ ആ സമയം വരെയും എൻ്റെ കൊച്ചിന് ഒരു പ്രശ്നമായിട്ട് പറഞ്ഞില്ല. അത് ദേവമാതാവ് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമാണ്. അതുപോലെ തന്നെ ഈ കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേ എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ എൻ്റെ നാത്തൂനും മെഴുകുതിരിയിൽ ഒരു കുഞ്ഞിൻ്റെ ഭ്രൂണം പോലെ വരികയും അതുപോലെ തന്നെ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപത്തിൽ ഒരു കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്നതായിട്ട് ഒരു ഡിസംബർ 12-ാം തീയതി കാണുകയുണ്ടായി. എല്ലാ മാസവും ഒരു 12-ാം തീയതിക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കുട്ടിയുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവുമോ. അപ്പോൾ എല്ലാ മാസവും 12-ാം തീയതി ഞാൻ കാത്തിരിക്കും എന്താ പറയേണ്ടതെന്ന്. മാതാവ് അനുഗ്രഹിച്ച് നവംബർ 12-ന് എനിക്കൊരു നല്ല കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഞാൻ ജർമ്മനിയിലാണ്. അപ്പം
ജർമ്മനിയിൽ 2022 ഉടമ്പടി പ്രകാരം എനിക്ക് മാതാവ് എനിക്കൊരു നല്ലൊരു ഭവനം തന്നിരുന്നു. പക്ഷേ അതിൻ്റെ കോൺട്രാക്റ്റ് തീരുമായിരുന്നു ഈ വർഷം. തീർന്നു കഴിഞ്ഞാൽ ഇനി പുതിയൊരു വീട് ലഭിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ കോൺട്രാക്റ്റ് ഈ വർഷം കൂടെ എക്സ്റ്റെൻഡ് ആവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ആവാൻ സാധിച്ചു. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് 5 വർഷമായിട്ട് കയ്യിൽ അരിമ്പാറ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ചിവനെ കുളിപ്പിക്കാനാകുമ്പോഴത്തേക്കെങ്കിലും അത് മാറ്റിത്തരണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവനെ കുളിപ്പിക്കേണ്ട സമയമായപ്പോഴത്തേക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് അരിമ്പാറ പൂർണ്ണമായിട്ട് മാറ്റി. ഈ അവസരത്തിലൊക്കെ അമ്മ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഹൈ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രഗ്നൻസി കഴിഞ്ഞ് മെഡിസിൻ ഇല്ലാതെ തൈറോയ്ഡ് ചെക്ക് ചെയ്യുന്ന ഒരു അവസരം വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് തൈറോയ്ഡിൻ്റെ ഇഷ്യൂ ഇനി കാണിക്കരുത്, ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരും. അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും സാക്ഷ്യം അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായി പറഞ്ഞേക്കാമെന്ന് നേർന്നതിൻ്റെ ഫലമായിട്ടും എനിക്ക് പിന്നീട് തൈറോയ്ഡ് ചെക്ക് ചെയ്ത സമയത്ത് എൻ്റെ തൈറോയ്ഡ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. ഞാൻ ഇതിനു വേണ്ടി 2018 മുതൽ ഞാൻ പ്രേക്ഷണ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ എല്ലായിടത്തും പോയി പ്രേക്ഷണ പ്രവർത്തനം ഏത് മതസ്ഥർക്കാണെങ്കിലും ഞാൻ പത്രം കൊടുക്കും. എവിടെ ഗ്രോട്ടോയിൽ പത്രം ഇരുന്നാലും, ഇപ്പോൾ പഴയ പത്രമാണെങ്കിലും ഇപ്പം നനഞ്ഞിരിക്കുന്ന പത്രമാണെങ്കിലും ഞാനത് ഉണക്കിയാണെങ്കിലും എല്ലാവർക്കും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കൊടുക്കും. ഇപ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവർക്ക് അങ്ങനെ. ഇനി ആരും വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയത്തില്ല, എൻ്റെ കയ്യിൽ തന്നെ വെക്കുകയുള്ളൂ. ഞാൻ എൻ്റെ എല്ലാ പത്രത്തിലും ഉടമ്പടി തൈലം പൂശും. 2021-22 കാലഘട്ടത്തിലൊക്കെയാണെങ്കിൽ ഞാൻ കാശ് രൂപം കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥന എഴുതി അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജർമ്മനിയിലായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും പൈസയ്ക്ക് ആവശ്യമുള്ള ആർക്കെങ്കിലും രോഗികളായിട്ടുള്ളവർക്ക് പൈസ കൊടുത്ത് സഹായിക്കാറാണ് പതിവ്. പ്രഗ്നൻസി ടൈമിൽ എനിക്ക് മൂക്കിക്കൂടെ ബ്ലഡ് വരുമായിരുന്നു. അപ്പോൾ മൂക്കിക്കൂടെ ബ്ലഡ് വരുമ്പോൾ ക്യാൻസർ അങ്ങനെയൊക്കെ ആവുന്ന ടെൻഷനായതുകൊണ്ട് ഞാൻ മാതാവിന് 2ാമത്തെ നിയോഗമെന്ന് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, മൂക്കിക്കൂടെയുള്ള ബ്ലഡ് വരരുതെന്ന്. ആ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ മൂക്കിക്കൂടെ ബ്ലഡ് വന്നില്ല. കുഞ്ഞുണ്ടായപ്പോൾ കുഞ്ഞിന് പാല് മൂക്കിക്കൂടെ വരുമായിരുന്നു. അപ്പം കൃപാസനത്തിൽ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവന് മൂക്കിക്കൂടെ പാല് വരുന്ന പ്രശ്നം മാറിക്കിട്ടി. ഇത്രയധികം അനുഗ്രഹം തന്ന തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഇതിലൂടെ ദൈവപിതാവിന് മഹത്വം ഉണ്ടായിക്കട്ടെ. 1 Peter 5th chapter 6th verse. ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുത്തെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്നാണ് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ കരുത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കാനായി വിളിക്കുന്ന ഒരു വിളിയാണ് നമ്മൾ ഓരോരുത്തരും കേട്ട് ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ജോലി, ആരോഗ്യം, ബന്ധങ്ങൾ, ഭാവി എല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ വരാതെ പറ്റാത്ത അവസരങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ടുള്ള ഒരു വിളിയാണ് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിലുള്ള ആ വിളി. പരിശുദ്ധ അമ്മയും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വാക്കിലാണ് അമ്മയുടെ ശക്തി. ഈശോയുടെ കരുത്തിന് കീഴിൽ അമ്മയും വന്നത്. ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാകാതിരുന്നിട്ടും അമ്മ ദൈവത്തിൻ്റെ കയ്യിൽ സ്വയം ഏൽപ്പിക്കുകയായിരുന്നു. മെർലിൻ സണ്ണി എന്ന മകളുടെ സാക്ഷ്യവും ഇത് തന്നെയാണ് നാം ഓരോരുത്തരോടും പറയുന്നത്. വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഈ മകൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അത് ആ മകൾ പറഞ്ഞതുപോലെ ഞാൻ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷം തക്ക സമയത്ത് തന്നെ ദൈവം ഈശോയും അമ്മയും എല്ലാം നടത്തി തന്നു എന്നാണ്. പിന്നീട് 6 വർഷമായിട്ടും ഒരു കുട്ടിയില്ലായിരുന്നു. കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സും, അതായത് സ്വന്തം വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എല്ലാവരും ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. 2 കുടുംബങ്ങളാണ്. ആ കുടുംബത്താണ് 6 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. വെറുതെ ചോദിച്ചു, എൻ്റെ ട്രീറ്റ്മെൻറ്റൊന്നും പോയില്ലേന്ന്. അപ്പോഴാണ് ഈ മകൾ പറഞ്ഞത്, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഉടമ്പടിയിലാണ്.
അവിടുത്തെ തക്ക സമയത്ത് നമുക്കെല്ലാം തരുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ഇവർക്ക്. പിന്നീട് 6 വർഷം കഴിഞ്ഞപ്പോൾ 35 വയസ്സായപ്പോൾ ഈ മകള് വീണ്ടും അമ്മയോട് ചോദിച്ചു, അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് വന്നാണ് അച്ഛനെ കണ്ടത്. അതും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ മകൾ വെച്ചത്. അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയിൽ ഒരു കുഞ്ഞിനെ തരാനായിട്ട് പ്രാർത്ഥിച്ചത്. പലരും പല രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയും, 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആ യോഗ്യതയിൽ, ആ പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതം നയിച്ച ആ പുരോഹിതൻ്റെ ആ ആസ്തിയിലാണ്, ആത്മീയമായ ആസ്തിയിൽ നിന്നാണ് അച്ഛന് നല്ലപോലെ ഡിപ്പോസിറ്റ് ഉണ്ട്. ലക്ഷങ്ങളുടെ കൊന്ത ചൊല്ലിയ, ജപമാലകൾ ചൊല്ലിയത്, പ്രാർത്ഥനകൾ ചൊല്ലിയത്, ഉറക്കമില്ലാത്ത രാത്രികളിൽ പ്രാർത്ഥിച്ചതിൻ്റെ ആസ്തിയാണ്. ആ ആസ്തിയിൽ ഈ മകൾ വിശ്വസിച്ചാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്തത്. അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയിൽ എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത്. ജാനുവരി 1-ാം തീയതിയാണ് ഈ മകൾ വന്ന് പ്രാർത്ഥിച്ചത്. 6 വർഷം കഴിഞ്ഞ് ഫെബ്രുവരി 11 ഈ മകൾ കൺസീവ് ആകുന്നത്. സമയചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഈ മകളുടെ വായിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുവാനായിട്ട് കാത്തിരുന്നു. ഈ മകളും ഈശോയുടെ അമ്മയുടെ തക്ക സമയത്തിനായിട്ടാണ് കാത്തിരുന്നത്. ഒരു സമയമായി എന്ന് 35 വയസ്സായപ്പോൾ ആരോ വ്യക്തികൾ ചോദിച്ചപ്പോൾ, മകളെ 35 വയസ്സായല്ലോ, കുട്ടികളില്ലേന്ന് ചോദിച്ചപ്പോഴാണ് ഈ മകളിലൂടെ വന്ന് ഇതുപോലെ പ്രാർത്ഥിച്ചത്. ഈ മകളുടെ പ്രാർത്ഥന ഈശോയും അമ്മയും കേൾക്കാതിരുന്നില്ല. ഇവരുടെ വിശ്വാസവും ഇവരുടെ ആത്മാർത്ഥതയും ഭക്തിയും, ഈ 2 കുടുംബങ്ങളുടെ ഭക്തിയും ഉടമ്പടി ജീവിതത്തിൻ്റെ ആസ്തിയിലുമാണ് ഇവർക്കൊരു നല്ല കുഞ്ഞിനെ നൽകി ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. നഥാനിയേൽ എന്ന മകനെ നൽകി. നവംബർ മാസം മുഴുവനും അച്ഛൻ എപ്പോഴും നഥാനിയേലിനെ പറ്റി സംസാരിക്കുമായിരുന്നു. അങ്ങനെ ദൈവം തന്ന ഈ ദാനത്തെ ഇന്ന് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഈ മകൾ ഇന്ന് കുഞ്ഞിനെയുമായിട്ട് ഈ സന്നിധിയിൽ, പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ സാക്ഷിയായി നിന്ന് ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനായിട്ടാണ് ഈ മക്കൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും കഴിഞ്ഞു നൽകിയ ഈ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് നന്ദി പറയാം. അതിനോടൊപ്പം തന്നെ ഈ മകളുടെ തൈറോയിഡ് എന്ന അസുഖമുണ്ടായിരുന്നു. അതും പൂർണ്ണമായിട്ട് മാറ്റാനാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ച് തൈറോയിഡിൻ്റെ അസുഖം പൂർണ്ണമായി മാറ്റണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ജോസഫ് അച്ഛൻ നമുക്കോട് പലപ്പോഴും പറയും, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉടമ്പടി ആളെ കത്തുമെന്നാണ്. അതുപോലെ തന്നെയാണ് ഈ മകൾക്കും തൈറോയിഡ് പൂർണ്ണമായിട്ട് മാറ്റി കിട്ടി. പിന്നീട് ജർമ്മനിയിലുണ്ടായിരുന്ന ഹൗസിൻ്റെ കോൺട്രാക്റ്റ് ആയിരുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാം തക്ക സമയത്ത് തന്നെ ഇടപെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈശോയും അമ്മയിലും പ്രത്യാശ അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ സങ്കീർത്തനം 91:14 പറയുന്നത്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കുമെന്നാണ്. അതുപോലെ തന്നെയാണ് ഈ കുടുംബവും, ഈ മകളും ഹസ്ബൻഡ് കുടുംബവും സ്വന്തം കുടുംബവും എല്ലാം ദൈവത്തോട് ചേർന്ന് നിന്ന് ഒട്ടി നിൽക്കുന്നതിനാലാണ് ഇവരുടെ കൂടെ ആ സംരക്ഷണവും സ്നേഹവും ഈശോയുടെ അമ്മയുടെയും കരുതലുമെല്ലാം ഈ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ അടിയന്തര സന്ദർഭങ്ങളും വിട്ടുകളഞ്ഞ് സ്വന്തം ശക്തിയിലല്ല ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. താഴ്മ ദുർബലതയല്ല, അത് ദൈവം പ്രവർത്തിക്കാനുള്ള ഇടമാണ്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ദൈവം നമ്മെ ഉയർത്തും. താഴ്മയോടെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സമയത്തിനായി നമുക്കും കാത്തിരിക്കാം. മഹത്വത്തിനുള്ള വഴി ദൈവം നമുക്ക് കാണിച്ചു തരും. ഈ മകൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നു. എൻ്റെ പേര് അനു. ഞാൻ വരുന്നത് ഏറ്റുമാനൂരിൽ നിന്നാണ്. സെൻറ്റ് മേരീസ് ചർച്ച് വേദഗിരി ഇടഭാഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 11/2/2025 ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയുടെ കാര്യം ഞാൻ അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിരുന്നു. അമ്മ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു.
ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാൻ വിദേശ പഠനത്തിനായി ജർമ്മനിക്ക് പോകാനായിട്ട് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ആദ്യം ഒന്ന് എക്സാം, എൻ്റെ കൂടെ ഉള്ള കുട്ടികളും ഞാനും എക്സാം എഴുതാനായിട്ട് പോയിരുന്നു. ആ എക്സാമിന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നെങ്കിലും എൻ്റെ മെറിറ്റിലായിരുന്നു ഞാൻ കൂടുതൽ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, വിജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെയും ഈശോയുടെയും കൃപ കൊണ്ട് മാത്രമേ എനിക്ക് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലെ എല്ലാ നിബന്ധനകളും കറക്റ്റായിട്ട് ഞാൻ പാലിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ചു. 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിച്ചു. 1 മണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അരമണിക്കൂർ ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ നിബന്ധനകളും കറക്റ്റായിട്ട് പാലിച്ചു. എന്നും 5:30-ക്കുള്ള പ്രതീക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ ചെല്ലുമായിരുന്നു. ഡെയിലി ബ്ലെസ്സിങ്, അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും വചനങ്ങൾ എഴുതി അയക്കുകയും ചെയ്യുമായിരുന്നു. വചനങ്ങൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി ആദ്യമായി സ്ലോട്ട് എടുത്തു. മാർച്ചിൽ എക്സാമിന് സ്ലോട്ട് എടുത്തു. ആദ്യം തന്നെ എഴുതാനിരുന്നത് സ്പീക്കിങ്ങും റൈറ്റിങ്ങുമാണ്. ആദ്യമായിട്ട് എഴുതുന്നതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. അഡ്വൈസ് ചോദിച്ചവരെല്ലാം പറഞ്ഞത് ഏറ്റവും പാടുള്ള എക്സാമാണ്, ആദ്യത്തെ അറ്റംപ്റ്റിന് കിട്ടത്തില്ല, 2 തവണയൊക്കെ എഴുതി കഴിയുമ്പം പാസ്സാകുമായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഉടമ്പടിയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. നീ അവരെ ഭയപ്പെടേണ്ട, നിൻ്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്, ജെറമ്യ 1:8. ഈ വചനം എഴുതി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ എക്സാമിന് പോയി. 2 എക്സാമും വളരെ ടഫുള്ള എക്സാമായിരുന്നു. എക്സാം ഹാളിൽ കയറി ഞാൻ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി തൈലവും കാശുരൂപം ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തിന് ഞാൻ ഉടമ്പടി തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുത്തിരുന്നു. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറി. ഇടയ്ക്ക് പാടായി പോയപ്പോഴും പറയാൻ പറ്റാതെ വന്ന സമയത്ത് ഉടമ്പടി കാശുരൂപത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചതിന് എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചു. അങ്ങനെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി. ആ എക്സാമിൻ്റെ ആദ്യത്തെ അനുഗ്രഹം എനിക്ക് കിട്ടിയത് 10 മണി തൊട്ട് 6 മണി വരെയുള്ള എക്സാമിന് എനിക്ക് 10 മണിക്ക് തന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. വേഗം തന്നെ എക്സാം എഴുതി ഇറങ്ങാൻ പറ്റി. പിറ്റേ ദിവസം എക്സാമിന് കയറി, റൈറ്റിങ്ങിന് കയറി. എനിക്കറിയാത്തൊരു ടോപ്പിക്ക് വന്നു. ഉടമ്പടി ഉപ്പ് ഞാൻ എഴുതുന്ന പേപ്പറിൻ്റെ മുന്നിൽ വിതറിയിട്ടായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി എഴുതിയത്. കറക്റ്റ് സമയത്ത് എഴുതി ഞാൻ കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ ഒരു തടസ്സവും കൂടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് എക്സാമിന് സ്ലോട്ട് എടുത്തു. 2ാമത്തെ എക്സാം ഞാൻ എഴുതാൻ വേണ്ടി പോയപ്പം ഹോളി വീക്ക് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കായിരുന്നു. ഹോളി വീക്കിൽ 7 ദിവസവും ഞാൻ ഉടമ്പടിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ഉപവാസത്തിലൂടെയും നന്നായിട്ട് പ്രാർത്ഥിച്ചു. അടുത്ത എക്സാമിന് അപ്പിയർ ചെയ്തു. അങ്ങനെ ആ 2 എക്സാമും ഞാൻ ചെന്നു. ആ എക്സാമിന് പോയപ്പോൾ ഞാൻ വേറൊരു വചനം പഠിച്ചു. നിനക്ക് നഷ്ടപ്പെട്ടത് ഞാൻ 7 ഇരട്ടിയായിട്ട് നിനക്ക് തിരിച്ചു തരും, മുൻപത്തേതുപോലെ തന്നെ നിന്നെ ഞാൻ വീണ്ടും സഹായിക്കും എന്നുള്ള വചനം. ജോയൽ പ്രവാചകൻ 2:25. ആ വചനം എഴുതി ഞാൻ പ്രാർത്ഥിച്ചു. എക്സാമിന് അറ്റൻഡ് ചെയ്തു. ഏറ്റവും നല്ല മാർക്കോടുകൂടി 7 ഇരട്ടിയായിട്ട് അമ്മ മാതാവ് എനിക്ക് ആ എക്സാമിന് എന്നെ പാസ്സാക്കി. 100-ൽ 90 മാർക്ക് തന്നി, ഏറ്റവും നല്ല മാർക്ക് തന്നി. 2 എക്സാമിനും എന്നെ പാസ്സാക്കി. അധികം ഞാൻ അടുത്ത പ്രോസസ്സിങ്ങിനായിട്ട് കൊടുത്തു, ഏജൻസിയിൽ കൊടുത്തു. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോയി. അങ്ങനെ ഉടമ്പടി ജൂണിൽ ഞാൻ വീണ്ടും പുതുക്കി കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നു. ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്തത്. അതും ഒരു തടസ്സവും കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി. വിസ പ്രോസസ്സിങ്ങിനായിട്ട് കൊടുത്തു. വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് കൊടുത്തു കഴിഞ്ഞ് ജൂലൈയിലേക്ക് സ്ലോട്ട് എടുത്തു. അങ്ങനെ ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് ഓൺലൈനായിട്ട് വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്തവർക്ക് ജർമ്മനിയിൽ ഇപ്പം പുതിയ നിയമം മാറി. അപ്പോൾ CSP എന്നുള്ളൊരു പോർട്ടൽ വഴി നമുക്ക് അപ്രൂവൽ വരാണ്ട് ഒരിക്കലും വിസയ്ക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒരു തടസ്സം മുന്നിൽ കണ്ട് പേടിച്ചു നിന്നു, പ്രാർത്ഥിച്ചു. പക്ഷേ ഓരോ ദിവസം പോകുന്തോറും ഓരോ തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. 2 തൊട്ട് 6 മാസം വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻസിയിൽ നിന്ന് അറിയിച്ചു പോകാൻ പറ്റില്ലായിരിക്കും, തടസ്സമാണ്, അടുത്ത മാർച്ചിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ വരെ നോക്കി നിന്നു, വന്നില്ല. ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങും. സെപ്റ്റംബർ 15 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ 36 എന്നുള്ളൊരു നമ്പർ തന്നു. അങ്ങനെ 36 ദിവസത്തിനുള്ളിൽ നീ പോകുമെന്ന് പറഞ്ഞു.
ആ നമ്പർ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു അപ്പോയിൻമെൻറ്റ് തരാം എല്ലാവർക്കും, ഈ ഇൻടേക്കിന് പോകുന്നവർക്ക്. അങ്ങനെ ഈ ഇൻടേക്കിന് പോകുന്നവർക്ക് സ്പെഷ്യലായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് തന്നു. അത് കഴിഞ്ഞുള്ള പിറ്റേ ദിവസം അപ്രൂവലിൻ്റെ ആദ്യത്തെ മെയിൽ വന്നു. അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറി. 22-ാം തീയതി വിസയ്ക്ക് വെച്ചു. പക്ഷേ ടൈമില്ല എന്നുള്ളത് അവർ അറിയിച്ചു. ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങും. 7 തൊട്ട് 14 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 14 ദിവസം കഴിഞ്ഞു, വിസ വന്നില്ല. അങ്ങനെ വിസ വന്നവരെല്ലാം കയറി പോകാൻ തുടങ്ങി. പിറ്റേ ദിവസം തന്നെ പോകണം, അല്ലെ അന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. 14 ദിവസം കഴിഞ്ഞു. ഒക്ടോബർ 1 കഴിഞ്ഞു. വീണ്ടും നിരാശയിലേക്ക് പോയി. പക്ഷെ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചിരുന്നു. പ്രാർത്ഥനയോട് തന്നെ മുന്നോട്ട് പോയി. 14-ാം തീയതി ഡിസ്പാച്ച് മെയിൽ വന്നു. അങ്ങനെ 16-ാം തീയതി എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. പക്ഷേ വിസ കിട്ടിക്കഴിഞ്ഞ് എല്ലാ തടസ്സങ്ങളും മാറി. എല്ലാവരോടും പോകുക, പിറ്റേ ദിവസം പോകണം എന്ന് പറഞ്ഞു വീട്ടിൽ വന്നു. കൊന്തമാസമായിരുന്നു. ജപമാല കഴിഞ്ഞ് വീട്ടിൽ വന്നു. 8 മണിയായിട്ടും ഇവരിതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യം പറയുന്നില്ല. ചെയ്യാമെന്ന് പറയുന്നു, ഇതുവരെ ഒന്നും ചെയ്തില്ല. 8 മണിയായപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ജർമ്മനിക്ക് അനുവിനെ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി. എന്തോ പറയുന്നതെന്നുള്ള രീതിയിലായി. ഭയങ്കര പേടിയായി. എങ്ങനെ ഇത് വീട്ടിൽ പറയും, എല്ലാവരോടും പറഞ്ഞു പോകുക, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുവാണ്, ഇവരോട് ഇതെങ്ങനെ പറയുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു. എല്ലാവരും വളരെയധികം സങ്കടത്തിലായി. അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. എപ്പോഴാണ് പോകുന്നത്, എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്, പോയാൽ മതി. ആ ഒരവസ്ഥയിൽ പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആകെ തളർന്നു പോയി. അങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ മാതാവിനെ കാണാൻ ഇവിടെ വന്നു. മാതാവിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് എന്ത് പറ്റി, എവിടെ വെച്ചാണ് എനിക്ക് തെറ്റിപ്പോയെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു. പ്രാർത്ഥിച്ചു. എവിടെയോ ഒരു തടസ്സം ഉണ്ടായിരുന്നു. ഇത്രയും അനുഗ്രഹം മാതാവ് തന്നപ്പോഴും എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിക്കുക, തടസ്സങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് അച്ഛനെ കണ്ടിറങ്ങി ഫ്രണ്ടിലെ മാതാവിൻ്റെ ഗ്രോട്ടിൽ ചെന്ന് ഞാൻ കൈവിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. കുറേ കരഞ്ഞു. അപ്പോൾ ഇവിടെ സേവനം ചെയ്യുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തകൻ എൻ്റെ അടുത്ത് വന്നു, എന്നെ ആശ്വസിപ്പിച്ചു. എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു, എന്ത് പ്രശ്നം, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ആ ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞത്, ഇത്രയും അനുഗ്രഹം നിനക്ക് തന്നിട്ടും നീ എന്തുകൊണ്ട് സാക്ഷ്യം പറഞ്ഞില്ല, ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മയുടെ അടുത്ത് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റെന്തായിരുന്നു എന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. ഇത്ര അനുഗ്രഹം മാതാവ് തന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നില്ല, പ്രാർത്ഥിച്ചു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് തന്നെ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി പോകുവാണെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേർന്നു. ഒക്ടോബറിലെ ജപമാല റാലിയിൽ, അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാൻ ഉള്ള അവസരം കിട്ടി. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. പള്ളി എത്തുന്നിടം വരെ ഞാൻ ജപമാല മുറുകെ ചൊല്ലിക്കൊണ്ട് തന്നെ ഒച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് തന്നെ ഞാൻ ചൊല്ലി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഡിസംബർ 23 വീണ്ടും ഉടമ്പടി പുതുക്കി. എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ മാതാവ് എനിക്ക് അടുത്ത വർഷത്തേക്കുള്ള എല്ലാ പേപ്പറുകളും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ചെയ്തു തന്നു. ജനുവരി ആയപ്പോഴേക്ക് എൻ്റെ കംപ്ലീറ്റ് പേപ്പർ വർക്കുകളും തീർന്നു. ഇനി ഒരു തടസ്സവും കൂടാണ്ട് എനിക്ക് പോകാമെന്നവർ പറഞ്ഞു. അങ്ങനെ ഞാൻ മാർച്ചിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ക്ലാസ്സിൽ കയറാൻ താമസിച്ച് പോകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ 1 മാസം മുന്നേ എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റി. 1 മാസം മുന്നേ എനിക്ക് അവിടെ ചെല്ലാൻ പറ്റി. ചെല്ലാനുള്ള ഒരു അവസരം അവർ തന്നു. അങ്ങനെ മാർച്ച് 1-ാം തീയതി ഞാനും എൻ്റെ കൂടെയുള്ളൊരു സുഹൃത്തും ജർമ്മനിലേക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, എല്ലാ മാസവും ഞാൻ ഉടമ്പടി എടുത്ത ആ മാസം തൊട്ട് ഈ മാസം വരെ ഞാൻ മുടങ്ങാതെ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ സാമ്പത്തികമായി രോഗികളായി കിടക്കുന്നവരും ക്രിട്ടിക്കലായിട്ട് ആശുപത്രി കിടക്കുന്നവർക്കും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കുമായിരുന്നു. അതുപോലെ ജർമ്മൻ പഠിക്കാൻ പറ്റാതെ എക്സാം എഴുതി പാസ്സാവാൻ പറ്റാത്തവർക്ക് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പുകളിലും പിന്നെ ബസ് യാത്ര ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ആൾക്കും ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. പ്രാർത്ഥിച്ച് ഞാൻ പത്രം കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. ജെറമിയ 29:12-13 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അനു ഓസ്റ്റിൻ എന്ന ഈ മകളുടെ ഉജ്ജ്വലമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്.
ഈ സാക്ഷ്യം ആദ്യ അവസാനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ മാതാവ് മകളെ എങ്ങനെ കൈപിടിച്ച് നടത്തിയെന്ന് വ്യക്തമായി മകൾ പറയുന്നുണ്ട്. ഏറ്റവും ക്ലേശകരമായ ജർമ്മൻ 2 മൊഡ്യൂൾസ് റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആദ്യ അവസരത്തിൽ ഉടമ്പടി എടുത്തിട്ട് മകളെ ജയിപ്പിച്ച് മുന്നോട്ട് നയിച്ച സമയം മുതൽ ഓരോ തവണയും ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും വചനം എഴുതി പ്രാർത്ഥിക്കുകയും അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ തടസ്സങ്ങൾ ഓരോന്നും മാറി ഏറ്റവും മികച്ച വിജയങ്ങൾ നൽകി നടപടിക്രമങ്ങളും പ്രോസസ്സും വേഗത്തിലാക്കി വിസ ലഭിക്കുന്നതുവരെയും ഓരോ കാര്യങ്ങളും യാതൊരു കുഴപ്പവുമില്ലാതെ അമ്മ മാതാവ് കൊണ്ടുചെന്നെത്തിച്ചത് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നാൽ അതിനുശേഷം വളരെ ഗുരുതരമായ ക്ലേശത്തിലേക്ക് സങ്കടത്തിലേക്ക് മാറും വിധം ജീവിതം ഒന്ന് മാറി മറിയുന്നുണ്ട്. മകൾക്കെല്ലാം കൈപ്പിടിയിൽ കിട്ടുമ്പോഴും ജർമ്മനിലേക്ക് പോകുവാനുള്ള അനുവാദം കിട്ടുന്നില്ല, ശരിയാവുന്നില്ല. അതാണ് മകൾ പറയുന്നത്. വിസ കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധത്തിലെ തടസ്സങ്ങളിലേക്ക് വന്നു വീഴുന്നു. ആർക്കും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. മകൾക്കോ കുടുംബത്തിനോ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്നില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് അടുത്ത ദിവസം പോകാനിരിക്കുമ്പോൾ പോകാൻ പറ്റാത്തത്ര ജീവിത വിഷയത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു സാക്ഷ്യം ശ്രദ്ധിക്കേണ്ട സാക്ഷ്യമാണ് ഉടമ്പടിയിൽ ജീവിക്കുന്നവർ. കാരണം നമ്മൾ ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഉടമ്പടി പൂർണ്ണമായും നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകാം എന്ന് നമ്മളോട് ഈ സാക്ഷ്യം പറയുകയാണ്. മകൾ തന്നെയാണ് കണ്ടെത്തുന്നത്. അതിൻ്റെ കാരണം അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് തടസ്സങ്ങൾ മാറും എന്ന് അറിയിച്ച് മകളെ തിരികെ വിടുമ്പോൾ മാതാവിൻ്റെ നടയിൽ വെച്ച് ഒരു പ്രേക്ഷിത മോളോട് പറയുന്നൊരു വാചകത്തിലാണ് മകളുടെ ജീവിതത്തിൽ വന്നുപോയ ഒരു കുറവിനെക്കുറിച്ച്, ഉടമ്പടി പ്രകാരമുള്ള ഒരു കുറവിനെക്കുറിച്ച് മകൾ തിരിച്ചറിയുന്നത്. അത് സാക്ഷ്യപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ജോസഫച്ചൻ നമ്മളോട് ഈ കഠിന ധ്യാനങ്ങളിലൊക്കെയും വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്, ഉടമ്പടിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ, നിശ്ചയമായും സാക്ഷ്യപ്പെടുത്തണമെന്ന്. അച്ഛൻ ഇത് ആദ്യം പറയുമ്പോൾ പലർക്കും തോന്നും, ഇതെന്താണ് അച്ഛൻ ഇത്ര നിർബന്ധം? ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, ഞങ്ങൾ വിശ്വാസത്തിൽ കൂടുതൽ ബലപ്പെട്ട് നിൽക്കുന്നില്ലേ, ഇത് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ എന്ന് നമുക്ക് പലരും മനസ്സുകൊണ്ട് ഇതിനോട് മറുതലിച്ച് ചോദിക്കുന്നുണ്ടാവും. ലഭിച്ച അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്താതെ അത് എനിക്ക് കിട്ടി, എൻ്റെ കൂടെ കുറച്ച് പരിശ്രമമുണ്ടായിരുന്നു, എൻ്റെ കൂടെ കുറേ പണം മുടക്കിയിരുന്നു, അതുകൊണ്ട് എനിക്ക് കൂടി അതിനകത്തൊരു റോളുണ്ട് എന്നൊക്കെ ദൈവം തൊട്ടനുഗ്രഹിച്ചതിനെ പോലും നമ്മൾ ഓരോ വാക്ക് പറഞ്ഞ് ചെറുതാക്കുന്നതിനെ ഇടയ്ക്കെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അവരെല്ലാവരും ശരിക്കും ഈ സാക്ഷ്യത്തെ ഒന്ന് സൂക്ഷിക്കണം. കാരണം എല്ലാം റെഡിയായി, തടസ്സങ്ങളൊന്നുമില്ല, വിദേശത്തെത്തുമെന്ന് എല്ലാവരും ഉറപ്പിക്കുന്ന നിമിഷങ്ങളിൽ ഒന്ന് ദൈവം കരം പിൻവലിച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ മുൻഗതി, നിൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രകൾ, നിൻ്റെ ആരോഗ്യത്തിൻ്റെ മേഖലകൾ, നിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ വിഷയങ്ങൾ, ഐശ്വര്യത്തിൻ്റെ മേഖലകൾ, പ്രാർത്ഥിച്ചൊരുക്കിയെടുത്ത് അനുഭവിക്കുമെന്ന് കരുതിയ ജീവിതത്തിൻ്റെ പ്രത്യേകമായ അവസ്ഥകൾ, അതിനൊക്കെ പുറകോട്ടടിക്കുവാനുള്ള സാധ്യതയുണ്ടെന്ന്. അത് വളരെ ആകുലതയോടുകൂടി കേൾക്കേണ്ട ഒരു സാക്ഷ്യമാണ്. സാക്ഷ്യപ്പെടുത്തുക എന്നത് ദൈവത്തിന് അവകാശപ്പെട്ടതും ദൈവത്തിന് നമുക്ക് കൊടുക്കാനാവുന്ന ഏക പ്രവൃത്തിയുമാണ്. ഭൗതികമായ നന്മകളൊക്കെ നമുക്ക് നൽകുമ്പോൾ ദൈവത്തിന് നമുക്ക് കൊടുക്കുവാനുള്ളത് നന്ദി മാത്രമാണ്. ആ ഭൗതികമായ നന്മകൾക്ക് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് തകർച്ചയിൽ നിന്നും ഉയർത്തിയെടുത്ത് ജീവിതത്തെ ഇത്രത്തോളം എത്തിക്കുന്ന ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നന്ദി പറച്ചിലില്ലായ്മ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ പിൻവലിക്കുവാൻ പോലും കാരണമായേക്കാമെന്ന് ഒരു മകൾ ഈ അൾത്താരയിൽ ആഘോഷത്തോടു കൂടി വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, സാക്ഷ്യപ്പെടുത്തുക എന്നത് നമ്മുടെ ഒരു ഔദാര്യമല്ല. സാക്ഷ്യപ്പെടുത്തുക എന്നത് ദൈവത്തിന് കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ്, ദൈവത്തിൻ്റെ അവകാശമാണ്. അതുകൊണ്ട് ഉടമ്പടി പ്രത്യേകമായ ഒരു ദൈവിക ഫോർമുലയിൽ നമ്മുടെ ജീവിത രീതികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് യാതൊരു മെറിറ്റുമില്ലാതിരിക്കെ, നമുക്ക് യാതൊരു സാഹചര്യവുമില്ലാതിരിക്കെ, നമുക്ക് പരിമിതികളേറെ ഉണ്ടായിരിക്കെ ദൈവം അമ്മ മാതാവിലൂടെ പ്രത്യേകമാവിധം ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്നതാണെങ്കിൽ അതുപോലെ തന്നെ
അമ്മ മാതാവിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നന്ദി പറയുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അതിൽ യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസുമില്ല. എപ്പോഴെങ്കിലും എന്നതിനെക്കുറിച്ചല്ല, അനുഗ്രഹം ലഭിക്കുമ്പോൾ പറയുവാൻ ആ സമയം തന്നെ തയ്യാറാവുക എന്നതാണ് ഈ സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ മകൾ പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോവുകയല്ല, ഉടമ്പടിയിൽ നിന്ന് വീണു പോവുകയല്ല, മറിച്ച് എളിമയുള്ള മനസ്സോടെ വിശുദ്ധിയുള്ള ജീവിതത്തോടെ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി പുതുക്കിക്കൊണ്ട് എനിക്ക് വന്ന കുറവ് അമ്മ തന്നെ തീർത്ത് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത രീതിയിലേക്ക് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മകളെ അടുത്ത തവണ തന്നെ കൈപിടിച്ചുയർത്തി സ്വസ്ഥമായി സന്തോഷത്തോടെ മകളെ നയിക്കുന്നതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. നമ്മുടെ ഉടമ്പടി ജീവിതത്തെ പരിശോധിക്കാം. ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഒന്ന് ഓർത്തെടുക്കാം. അമ്മയുടെ അരികിൽ സാക്ഷ്യപ്പെടുത്തുവാൻ മടിച്ചു നിൽക്കുന്നുവെങ്കിൽ സാക്ഷ്യപ്പെടുത്തുമെന്ന് വാക്കുകൊടുത്തുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയുടെയും നിറസാന്നിധ്യം നിറഞ്ഞ ഈ പരിശുദ്ധമായ അൾത്താരയിൽ പറയുന്ന എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ പേര് മഞ്ജു മാർട്ടിൻ. ഞാൻ അങ്കമാലി കരയാമ്പറമ്പ് സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 25 മംഗളവാർത്ത ദിനത്തിൻ്റെ അന്നായിരുന്നു. അതിനു മുമ്പ് കൊറോണയ്ക്ക് മുമ്പ് എടുത്തെങ്കിലും കൊറോണ സമയത്ത് ഞാൻ ഉടമ്പടി ഉഴപ്പിപ്പോയി. അതിനുശേഷം ഞാൻ രണ്ടാമത് എടുത്തത് 2022 മാർച്ച് 25 മംഗളവാർത്ത ദിനത്തിലായിരുന്നു. ഇനി എനിക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളും ഞാൻ എണ്ണി പറയുകയാണ് ഇവിടെ ഈശോയുടെ പരിശുദ്ധ അമ്മയുടെയും മുമ്പിൽ. എൻ്റെ ഒന്നാമത്തെ വലിയ സാക്ഷ്യം, 5 വർഷമായി എൻ്റെ വീട് പണി തുടങ്ങിയിട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ആ വീട് പണി തുടർന്ന് പണിയാനുള്ള എല്ലാ തടസ്സങ്ങളും ഞാൻ നേരിട്ട് കൊണ്ടിരുന്നു. ഒന്നാമത്തെ തടസ്സം എന്ന് വെച്ചാൽ ജപ്തിയായിരുന്നു. ആ വീട് ലോണുമ്മയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ ജോസഫച്ചൻ്റെ അടുത്ത് ജപ്തിയുടെ പേപ്പറുമായി വന്നു. ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ജോസഫച്ചൻ എനിക്കൊരു സന്ദേശം തന്നു, സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന്. ആ ഒരൊറ്റ ധൈര്യത്തിന്മേലാണ് അതിനുശേഷം ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്ര വലിയൊരു എമൗണ്ടാണ് ജപ്തി ഞങ്ങൾക്കായി കിടക്കുന്നത്. ഒരുപക്ഷെ ഈ കൃപാസന അൾത്താരയിലെ തന്നെ ചിലപ്പം ഏറ്റവും വലിയൊരു തുകയായിരിക്കാം എൻ്റെ സാക്ഷ്യം. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ തുക പറയാത്തത്. അതേപോലെ തന്നെ ഈ ജപ്തിയുമായി തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, വീട് പണി ഞാൻ നിർത്തിവെച്ചു. അടിക്കടി ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അവർ നടപടികൾ സ്വീകരിക്കും, അടുത്ത ആഴ്ച സ്വീകരിക്കും, അടുത്ത മാസം ഉണ്ടാവും. തുടർ നടപടികളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ വീട് പണിയെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ ഞാൻ ആ വീട്ടിലിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പം ഈശോ വിചിത്രമായൊരു സന്ദേശം എന്നോട് പറഞ്ഞു, നിൻ്റെ കാലിൽ നിന്ന് പാദസരം അഴിച്ചു മാറ്റുക. ഞാൻ ശരിക്കും ചിരിച്ചുപോയി. ഇതെന്ത് സന്ദേശം? പാദസരം അഴിച്ചു മാറ്റാനോ? ഈശോയോട് ഞാൻ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. ഈശോയും ഞാനും, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈശോയും പരിശുദ്ധ അമ്മയും ഞാനും വലിയൊരു ബന്ധമുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈശോയോട് തിരിച്ചു ചോദിച്ചു, ഈശോയെ, ഈ പാദസരം അഴിച്ചു മാറ്റിയാൽ ഒത്തിരിയേറെ ബാധ്യതകളുള്ള എൻ്റെ വീട്ടിൽ ഈ പാദസരം ഊരി വെച്ചാൽ ഞാനിത് വെച്ച് എന്ത് ചെയ്യാനാണ്? ഒത്തിരി ബാധ്യതകളുണ്ട്. അപ്പം അന്നത്തെ ദിവസം എനിക്ക് ഉത്തരം തന്നില്ല. പിറ്റേ ദിവസം ജപമാലയുടെ ഉള്ളിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ, ഈ പാദസരം പിന്നെ കുറച്ച് സ്വർണങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞു. എൻ്റെ കയ്യിലിരിക്കുന്ന ലിസ്റ്റ് എന്നേക്കാൾ നന്നായിട്ട് ഈശോയ്ക്ക് അറിയാം. ആ ലിസ്റ്റ് പറഞ്ഞിട്ട് പറഞ്ഞു, നീ ഇതെല്ലാം വിൽക്കുക. അപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം അന്ന് സ്വർണത്തിൻ്റെ വില കിടക്കുന്നത് 75,000 രൂപയേ ഉള്ളായിരുന്നു. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത പറഞ്ഞപ്പോൾ അമ്മ തിരിച്ചു ചോദിച്ച അതേ ചോദ്യമാണ് ഞാൻ ഈശോയോടും തിരിച്ചു ചോദിച്ചത്. ഈശോയെ, ഇത്രയും സ്വർണമേ ഉള്ളൂ, ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ എന്നോട് ഈശോ പറഞ്ഞൊരു ഉത്തരവുണ്ട്, മോളെ, ഈ സ്വർണത്തിന് വില കൂടും. വില കൂടി 90-ന് മീതെ പോകും. 90-ന് മീതെ പോകുമ്പോൾ മോളിത് വിൽക്കുക, ഈ വീട് പണി കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാനിത് വീട്ടിൽ വന്ന് ഇവരോടെല്ലാം അവതരിപ്പിച്ചു. പക്ഷേ എൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്കെല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ജപ്തി നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിൽ ആരെങ്കിലും ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാകുമോ? ഒരിക്കലും ആരും റെഡിയാകില്ല എന്ന് മാത്രമല്ല, എല്ലാവരും എനിക്ക് എതിര് നിന്നുകൊണ്ടിരുന്നു. ഒത്തിരി മക്കൾ എനിക്ക് എതിര് നിന്നുകൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം ഈശോ എനിക്ക് തരുന്നൊരു സന്ദേശമുണ്ടായിരുന്നു. റോമ 8:31, ദൈവം നിന്റെ പക്ഷത്തെങ്കിൽ ആര് നിനക്കെതിരെ നിൽക്കും? ആ സന്ദേശത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ എപ്പോൾ ബൈബിൾ എടുത്ത് തുറന്ന് വായിക്കുമ്പോഴും ഈശോ വാഗ്ദാനങ്ങളുടെ സന്ദേശങ്ങളാണ് എനിക്ക് എപ്പോഴും തന്നുകൊണ്ടിരുന്നത്. അതേപോലെ ജോബിൻ്റെ പുസ്തകത്തിലെ ഒരു സന്ദേശം കൂടി, അതായത് നിന്നെ സൃഷ്ടിച്ച കർത്താവിനല്ലാതെ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നുള്ളൊരു സന്ദേശം ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ ഈശോയാണ് ഈ വീട് പണി ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് മനുഷ്യനിർമ്മിതമല്ല, മനുഷ്യകരങ്ങളാൽ നടക്കില്ല എന്ന് ലോകം മുഴുവൻ വിധി എഴുതിയ ഈ വീടിൻ്റെ പണി പിന്നെ ഉണ്ടായതെല്ലാം അത്ഭുതങ്ങളായിരുന്നു. എഫാത്ത എന്ന് പറഞ്ഞ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്ന മക്കൾ ഓടി വന്നു. ആ മക്കളെല്ലാം വന്ന് ജപമാലകൾ ചൊല്ലി 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 എൻ്റെ വീടിൻ്റെ തേപ്പ് വരെ നിർത്തിയിട്ടിരുന്ന പണിയാണ് 5 വർഷം മുമ്പ്. ആ പണികൾ വീണ്ടും ആരംഭിക്കാൻ തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞ പണി ആരംഭിക്കുന്നതിന് മുമ്പ് ഒരൈഡിയവുമില്ല ഇതെങ്ങനെ ഫിനിഷ് ചെയ്യും. കാരണം സാമ്പത്തികം വലിയ പ്രശ്നം, എൻ്റെ മുമ്പിൽ ശരിക്കും ജപ്തി, അതൊരു വലിയ പ്രശ്നം. വീട്ടിലേക്ക് കറണ്ട് കണക്ഷൻ അന്ന് പണി നടക്കുമ്പോൾ എടുത്തിരുന്നു. പക്ഷേ ഈ കറണ്ട് കണക്ഷൻ ഇതിൻ്റെ ഇടയിൽ പണി നിർത്തി വെച്ചപ്പോൾ കട്ടാക്കി കളഞ്ഞു. പിന്നീട് ഞങ്ങൾക്ക് കറണ്ട് കണക്ഷൻ പോലും തന്നിട്ടില്ല. അതിൽ നിന്ന് എങ്ങനെ ഞങ്ങൾ ഈ വീട് പണിയും എന്ന് ഞാനിങ്ങനെ തുടർന്ന് ഇത്രയും പ്രശ്നങ്ങളുടെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സന്ദേശവും അതിനെ തുടർന്ന് ഈ നടപടികളെല്ലാമായും ഞാൻ മുന്നോട്ട് പോകുന്നതും. ഓരോ സമയം ഞാൻ തളർന്നിരിക്കുമ്പോഴും ഈശോ എനിക്ക് വചനങ്ങളിലൂടെയും ഓരോ അടയാളങ്ങളിലൂടെയും സന്ദേശം തന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 13-ാം തീയതി രാവിലെ 10:30 മണിയായി കഴിഞ്ഞപ്പം ഈശോ എന്നോട് പറഞ്ഞു, പച്ചത്തിരിയിൽ ഞാൻ ഇന്നൊരടയാളം കാണിക്കാമെന്ന്. ആ സമയത്ത് ഞാൻ പച്ചത്തിരി കത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു രൂപം തെളിഞ്ഞു വരാൻ തുടങ്ങി. പിറ്റേ ദിവസം ഇതേ സമയത്ത് പറഞ്ഞു, ഇന്ന് 2 തിരിയിലും കാണിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പോൾ ഞാൻ വീണ്ടും 2 തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 2 തിരിയിലും ഈശോ അടയാളം കാണിക്കാൻ തുടങ്ങി. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി. 2 വർഷം ആകാൻ പോകുന്നു. എപ്പോൾ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചാലും എൻ്റെ പേഴ്സണൽ പ്രെയറിലായിക്കോട്ടെ, കോമൺ പ്രെയർ, കുടുംബ പ്രാർത്ഥനയിലായിക്കോട്ടെ, എപ്പോൾ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴും തിരിയിൽ ഈശോ അടയാളം കാണിച്ചു കൊണ്ടേയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഈ വീട് പണിയുടെ പല സാഹചര്യങ്ങളിലും ഒറ്റയ്ക്ക് ഒരാൾ ഈശോയും പരിശുദ്ധ അമ്മയും സ്വർഗവും ചേർന്ന് മാത്രം നടത്തുന്ന ഒരു യുദ്ധമായിരുന്നു ഇത്. പല സമയത്ത് ഞാൻ തളർന്നു പോയിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്. തളർന്നു പോയ സമയത്ത് ആരോടും പരാതി പറയാൻ എനിക്ക് പറ്റില്ല. കാരണം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തേ ഉള്ളൂ. ഇത്രയും ജപ്തി നിൽക്കുന്ന ഭൂമിയിൽ നിനക്കെന്ത് ധൈര്യം? ലോകത്തിൻ്റെ പിന്നാലെ ഓടുന്ന മക്കൾക്ക് ഈശോ പറയുന്ന സന്ദേശമാണോ പരിശുദ്ധ അമ്മ പറയുന്ന സന്ദേശമാണോ പറഞ്ഞാൽ മനസ്സിലാകില്ല ആ മക്കൾക്ക്. 14 പ്രാവശ്യം ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി. ഈ ഉടമ്പടിയിലൂടെ ആദ്യകാലങ്ങളിൽ ഞാൻ ഈശോയോട് പരിശുദ്ധ അമ്മയോടും ചോദിച്ചിരുന്നത് മുഴുവൻ എൻ്റെ കാര്യങ്ങളായിരുന്നു, ആഗ്രഹങ്ങൾ. പിന്നീട് ജോസഫ് അച്ഛൻ്റെ പല ടോക്കുകളും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ ഒരു കാര്യം ഈശോയുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന് നിങ്ങൾ സമയം കളയരുത്. നിങ്ങൾ ഈശോയെ ഗാഢമായിട്ട് സ്നേഹിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത് അതുമാത്രമാണ്. എൻ്റെ ഈ നിയോഗങ്ങളെല്ലാം ഞാൻ മറന്നു കളഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ചേർന്ന് ഞാൻ ജീവിക്കാൻ തുടങ്ങി. ആ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നപ്പോഴും പരിശുദ്ധ അമ്മയും ഈശോയും പല വിധത്തിൽ അടയാളങ്ങളിലൂടെ എൻ്റെ അടുത്ത് സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ സാന്നിധ്യമാണ് ഈ തിരിയിലുണ്ടാകുന്നത്. 2 വർഷത്തോളമായി ഇന്നും മുടക്കില്ലാതെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വലിയ സാന്നിധ്യമാണ് സുഗന്ധാഭിഷേകം. ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ ഏത് മക്കളുടെ അടുത്ത് ഫോണിൽ പോലും സംസാരിച്ചാലും കിലോമീറ്ററുകൾക്ക് അപ്പുറം നിന്ന് അങ്ങേ തലയ്ക്ക് നിൽക്കുന്ന മക്കൾക്ക് പോലും സുഗന്ധാഭിഷേകം ലഭിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു അടയാളമാണ്, അതായത് ഞാൻ ബസ് കൊണ്ടുവരാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഒറ്റയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഈശോയുടെ വലിയ തീരുമാനമായിരിക്കാം, സ്വർഗത്തിൻ്റെ വലിയ തീരുമാനമായിരിക്കാം.
1 ബസ്സായി, 2 ബസ്സായി, 3, 4 ബസ്സുകൾ കൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരിയേറെ മക്കളെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ബസ്സിൽ കൊണ്ടുവരുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ഈശോയോടും പരിശുദ്ധ അമ്മയോടും പറയാൻ തുടങ്ങി, അമ്മേ ഈശോയെ, ഒത്തിരിയേറെ പാപാവസ്ഥകളിൽ കഴിയുന്ന മക്കളാണ് ഇവരെല്ലാം. ഈ മക്കൾക്ക് ഞാൻ ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞാലും ഇവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ എൻ്റെ അടുത്ത് കാണിക്കുന്ന അടയാളങ്ങൾ നിങ്ങൾ തീർച്ചയായും ഈ പാവം മക്കൾക്ക് നിങ്ങളും ചെയ്തു കൊടുക്കണം. അതെൻ്റെ ഒരു അപേക്ഷയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഫസ്റ്റ് ഒക്ടോബർ 25-ാം തീയതി ജപമാല റാലിയുടെ അന്ന് രാവിലെ വണ്ടിയിൽ വെച്ച് ഞാൻ ലീഡ് ചെയ്യുന്ന വണ്ടി, 4 വണ്ടി ഉണ്ടായിരുന്നു അന്ന്. ഞാൻ ലീഡ് ചെയ്യുന്ന വണ്ടിയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു തുടങ്ങി വലിയ സുഗന്ധാഭിഷേകം. എനിക്ക് മാത്രമല്ല, വണ്ടിയുടെ ഉള്ളിലിരുന്ന എല്ലാ മക്കൾക്കും വരാൻ തുടങ്ങി. അവസാനം ഈ മൈക്കിലേക്ക് ആ സുഗന്ധാഭിഷേകം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാവർക്കും വിശ്വാസം വരാൻ തുടങ്ങി. ഈശോയും പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യം ഓരോ മക്കളും വിശ്വസിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഒത്തിരിയേറെ സമയങ്ങളിൽ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ വീട് പണിയുടെ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. വീട് പണിയുടെ ഡിസംബർ മാസം ഞാനിവിടെ വന്നിരുന്ന്, ഇതേ സ്ഥലത്ത് വന്നിരുന്ന് ഞാൻ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ചോദിച്ചു, അമ്മേ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഈശോയെ ഞാനിനി എന്താ ചെയ്യണ്ടേ? എന്നാണ് വീട് വെഞ്ചിരിപ്പ് നടത്തേണ്ടത്? എനിക്കറിയില്ല. നൊയമ്പിന് മുമ്പ് നടത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പെസക പാല് പുതിയ വീട്ടിൽ കുറുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊരു ഡേറ്റ് തരാമോ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് ഇവിടെ വെച്ച് അമ്മ ഒരു സന്ദേശവും തന്നില്ല. അപ്പം എനിക്ക് ഇത്തിരി സങ്കടം വന്നിരുന്നു. അമ്മ എന്നോട് പിണങ്ങിയോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ അന്ന് രാത്രി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പം എൻ്റെ മൊബൈലിലുണ്ട് അത്. തിരിയിൽ കൃത്യമായിട്ട് 9 എന്നുള്ള അക്കം തെളിയാൻ തുടങ്ങി. അപ്പം എനിക്ക് ഫസ്റ്റ് തവണയാണ് തിരിയിൽ അക്കങ്ങൾ തെളിയുന്നത്. അതിനു മുമ്പ് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധന്മാരുടെ രൂപങ്ങൾ, അങ്ങനെ പല രൂപങ്ങളാണ് തെളിഞ്ഞുകൊണ്ടിരുന്നത്. 9 എന്ന് പറഞ്ഞ അക്കം തെളിഞ്ഞപ്പം ഞാനിങ്ങനെ തിരി നോക്കിയിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നോട്ട് ദി നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാണ് എൻ്റെ വീട് വെഞ്ചിരിപ്പിൻ്റെ ദിവസം, സ്വർഗം എനിക്ക് തീരുമാനിച്ചിരിക്കുന്ന വീട് വെഞ്ചിരിപ്പിൻ്റെ ദിവസം എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. പതുക്കെ എനിക്കെതിരെ നിന്നിരുന്ന എല്ലാ മക്കളും എനിക്ക് അനുകൂലമാകുവാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി, ഇത് എന്നെക്കൊണ്ട് സാധിക്കില്ല, എൻ്റെ വീട്ടിലെ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് സാധിക്കില്ല, ഇത് ഈശോയും പരിശുദ്ധ അമ്മയും സ്വർഗം മുഴുവൻ ചേർന്ന് തന്ന ഒരു പ്രവൃത്തിയാണെന്ന് എല്ലാ മക്കളും വിശ്വസിക്കാൻ തുടങ്ങി. വീട് വെഞ്ചിരിപ്പിന് വന്ന ഓരോ മക്കളും പറഞ്ഞതും അത് തന്നെയാണ്. ഇവിടെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഓരോ മക്കളും ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരുന്തോറും അവർക്ക് വലിയ സുഗന്ധാഭിഷേകം അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. അത് എൻ്റെ 1ാമത്തെ വലിയ ഉടമ്പടി സാക്ഷ്യമാണ്. സാധ്യതകളെല്ലാം അസ്തമിച്ചെടുത്ത് ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാ മെറിറ്റും 0 ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ മുമ്പിൽ ഒന്നുമില്ല, ഒരു ചോയ്സുമില്ല, ഒരു പെർസെൻറ്റേജ് ചോയ്സ് പോലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇത്രയും വലിയ 2200 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എനിക്ക് അതിമനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു തന്നത്. ഈശോയും പരിശുദ്ധ അമ്മയും സ്വർഗം ചേർന്നാണ് എനിക്കത് ചെയ്തു തന്നത്. അതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. അതേപോലെ എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഇതെൻ്റെ മൂത്ത മകനാണ്. ഇവൻ കഴിഞ്ഞ വർഷം 10th-ലായിരിക്കുമ്പം ആൾ പഠിക്കാൻ കുറച്ച് ഉഴപ്പിലായിരുന്നു. കഴിവില്ലാതെയല്ല, പഠിക്കില്ല. ആൾ ഭയങ്കര ഉഴപ്പാണ്. ബുക്ക് എപ്പോൾ എടുത്താലും ആൾ കിടന്നുറങ്ങും. ആദ്യത്തെ മാസങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചു അടുത്ത മാസം ശരിയാകുമായിരിക്കാം, പിന്നെ ശരിയാകുമായിരിക്കും എന്ന് വിചാരിച്ചു. പോകെ ഡിസംബർ മാസം വന്നെത്തിച്ചേർന്നു. 10th കുട്ടികൾ പഠിക്കുന്ന മമ്മിമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ അനുഭവിച്ച ആ ഒരു വേദന എന്തുമാത്രം ഉണ്ടെന്ന്. കാരണം കൊച്ചു ബുക്ക് കയ്യിലെടുത്ത് അന്നേരം ഉറങ്ങി വീഴുമായിരുന്നു. ഞാൻ അങ്ങനെ ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പം അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ മകനെ ഉത്സാഹിയാക്കി തരണം. ചോദിക്കാൻ ഒരർഹതയില്ലായിരുന്നിട്ട് പോലും ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ ഒരു 80% മാർക്ക് എൻ്റെ മകന് കൊടുക്കുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരം എന്നുള്ള നിലയിൽ ആ ഉടമ്പടി പുതുക്കി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അമ്മേ ഇങ്ങനെ പോയാൽ പറ്റില്ല,
എനിക്ക് പഠിക്കണം, എനിക്ക് നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങിക്കണം എന്ന്. അപ്പോൾ അത്രയും മാസങ്ങളെല്ലാം ആള് കുറച്ച് നല്ല രീതിയിൽ ഉഴപ്പിക്കളഞ്ഞിരുന്നു. പിന്നീടുള്ള 3 മാസമാണ് ആൾ നന്നായിട്ട് പഠിച്ചിരുന്നത്. ആ നന്നായിട്ട് പഠിച്ച് പരിശുദ്ധ അമ്മയും ഈശോയും വലിയ രീതിയിൽ അവനെ സഹായിച്ചു. ഞാൻ ചോദിച്ചതുപോലെ തന്നെ കൃത്യം 80% മാർക്ക് ഈശോയും പരിശുദ്ധ അമ്മയും ആ മകന് കൊടുത്തു. അതേപോലെ തന്നെ അടുത്ത സാക്ഷ്യമാണ് എൻ്റെ രണ്ടാമത്തെ കുട്ടി. ഈ കുട്ടിക്കും ഇവർക്കും ഞങ്ങൾക്കെല്ലാം വീട്ടിൽ എന്ത് രോഗം വന്നാലും ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽ മരുന്നല്ല, ഉടമ്പടി നേർച്ച വസ്തുക്കളാണ്. രോഗം വരില്ല എന്നല്ല, രോഗം വരും. ഒറ്റ ദിവസത്തെ ദൈർഘ്യമേ ഈ രോഗത്തിനുള്ളൂ. ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തേൻ, ഉടമ്പടി ലോക്കറ്റ് ഏറ്റവും വലിയ പവറുള്ള വസ്തുവാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ് ഉടമ്പടി ലോക്കറ്റ്. ഉടമ്പടി ലോക്കറ്റ് എപ്പം ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കൈ പോലും ഉള്ളം കൈയിലൊന്ന് പിടിപ്പിച്ച് മുറുകെ പിടിച്ച് കഴിഞ്ഞാൽ വോമിറ്റിങ് അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒത്തിരിയേറെ സൗഖ്യങ്ങൾ. ഇത്രയും വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടില്ല. അതിൻ്റെ തന്നെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയാൻ ഈ കുഞ്ഞിൻ്റെ വലത് കയ്യിൽ ഇവൻ തമാശയ്ക്കെപ്പോഴും കൈ ഇങ്ങനെ കാണിക്കുമായിരുന്നു. ഇങ്ങനെ കാണിച്ച് ഈ എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പതുക്കെ ഒരു സൗണ്ട് വരാൻ തുടങ്ങി. സൗണ്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവന് തന്നെ ഒരു ഡൗട്ട്, ഉടമ്പടി നേർച്ച വസ്തുക്കൾ പനി വരുമ്പോഴും ജലദോഷം വരുമ്പോഴും വയറുവേദന, ചെവി വേദന, ഛർദി അതിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്, എല്ലിന് ഉപയോഗിക്കാൻ പറ്റൂല എന്നൊരു ഡൗട്ട്. അപ്പോൾ ഇവൻ പറഞ്ഞു, പപ്പേ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ പപ്പ പറഞ്ഞു, എടാ വെയിറ്റ് ചെയ്യ്, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് ഒരാഴ്ച ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൈമ പുരട്ടി നോക്കാം, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം, തുടർ നടപടികൾ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കയ്യിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ കയ്യിലെ വേദന പൂർണ്ണമായിട്ടും ഭേദമാകാൻ തുടങ്ങി. അത് പതുക്കെ അത് പൂർണ്ണമായിട്ടും ഭേദമായി. അങ്ങനെ അവനും വിശ്വാസം ആഴപ്പെട്ടു. അതേപോലെ തന്നെ മൂത്താള് കുറച്ച് ദിവസം പള്ളിയിൽ വരാൻ കുറച്ച് മടി കാണിച്ചു. അപ്പോൾ മടി കാണിച്ചപ്പോൾ ഞാൻ എപ്പോഴും സങ്കടം പറയുന്നത് ഈശോയോടും പരിശുദ്ധ അമ്മയോടുമാണ്. അപ്പം എൻ്റെ അടുത്ത് ഹസ്ബൻഡും പറഞ്ഞു, അവന് ഒരുപാട് കമ്പൽ ചെയ്യണ്ട, അവരുടെ ഏജ് മാറുമ്പോൾ നമ്മൾ കമ്പൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് വിഷമാകും, കമ്പൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു പനി വന്നു. പനി വന്നപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ, എന്ത് വരുമ്പോഴും ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളാണ്. അന്ന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടും ഇവൻ്റെ പനി കുറയുന്നില്ല. രാത്രിയിലെ കുടുംബ പ്രാർത്ഥനയുടെ ഉള്ളിൽ 2ാമത്തെ രഹസ്യം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം ഈശോ എന്നോട് പറഞ്ഞു തന്നു, ഇവൻ്റെ പനി മാറണമെങ്കിൽ നാളെ രാവിലെ അവൻ പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പം ഇവൻ്റെ പനി മാറും. അങ്ങനെ ഞാൻ ഇവനോട് ഈ സന്ദേശം പറഞ്ഞു. പിറ്റേ ദിവസം അന്ന് രാത്രി മുഴുവൻ ഇവന് നല്ല പനിയായിരുന്നു. എത്രയേറെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുത്തിട്ടും ഇവന് ആ പനി കുറയുന്നില്ലായിരുന്നു. പക്ഷേ ഈശോയുടെ സന്ദേശം പോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഈ കുഞ്ഞ് പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് ആ നിമിഷം തുടങ്ങി ഇവൻ്റെ പനി ഇവന് വിട്ടുപോരാൻ തുടങ്ങി. പനി വന്ന കുഞ്ഞാന്നുള്ള ഒരു ക്ഷീണം പോലും പിന്നീട് ഇവനുണ്ടായിട്ടില്ല. അതൊരു വലിയ സാക്ഷ്യം തന്നെയാണ്. അതേപോലെ തന്നെ ഉടമ്പടി കാലഘട്ടത്തിലൂടെ എന്നെ നയിക്കുമ്പോൾ ഞാൻ ഒത്തിരിയേറെ ആത്മീയമായിട്ട് വളരാനായിട്ട്, ആത്മീയമായിട്ട് ഒരു ചെറിയ ഒരു വളർച്ചയെ എനിക്ക് പണ്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉടമ്പടിയിലൂടെ നടന്നു പോയപ്പോൾ ജീവിതം ശരിക്ക് പൊളിച്ചെഴുതുകയായിരുന്നു. എൻ്റെ എല്ലാ ജീവിതത്തിലെ ഓരോ മേഖലകളും അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത് പോലെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങി. മറ്റുള്ളവരിലെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. ഒത്തിരിയേറെ മക്കൾക്ക് ഒത്തിരി സഹായങ്ങൾ, അത് പറഞ്ഞാൽ തീരില്ല. ഒത്തിരിയേറെ മക്കൾക്ക് പൊതിച്ചോറ് കൊടുക്കും. ഞങ്ങൾക്ക് കാറ്ററിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ കാറ്ററിങ്ങിന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഈശോയോട് ഞാൻ ചോദിക്കും, ഈശോയെ ഇന്ന് ആർക്കാ കൊടുക്കേണ്ടേ? ഈശോ പറയും ഇന്ന വീട്ടിൽ കൊടുക്കണം. അപ്പം ആ വീട്ടിലേക്ക് ഞാൻ ആ ഫുഡും കൊടുത്തു വിടും, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഒത്തിരി മക്കൾക്ക് കൊടുക്കാനായിട്ട് ഈശോ എനിക്ക് ഇത് തന്നിട്ടുണ്ട്, സാഹചര്യം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ഈശോയെ അറിയാത്ത മക്കൾക്ക്, അതായത് ക്രിസ്ത്യൻസിൻ്റെ ഉള്ളിൽ മാത്രമല്ല നോൺ ക്രിസ്ത്യൻസിൻ്റെ ഉള്ളിലും എനിക്ക് കിട്ടിയ അടയാളങ്ങളും ഈ അനുഗ്രഹങ്ങളും പറഞ്ഞ് പത്രപ്രവർത്തനം ചെയ്യാനും, ആദ്യകാലങ്ങളിലൊക്കെ പത്രം കൊടുക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞാലോ ആരെങ്കിലും കളിയാക്കിയാലോ പിന്നെ പത്രം ഞാൻ കൊടുക്കില്ല, തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. ഞാൻ ഇന്ന് വെറും ഒരു പുഞ്ചിരിയോടുകൂടി ഞാനിങ്ങനെ എപ്പോഴും ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഉള്ളിൽ പറയും,
ഇവരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്കല്ലേ നിങ്ങളെ അറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട്, അവർ പറയുന്നത് എന്തും ചിരിച്ചുകൊണ്ട് നേരിട്ട് ഒത്തിരി മക്കളുടെ അടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. അനാഥാലയങ്ങളിൽ പോകാറുണ്ട്. രോഗികളായി കിടക്കുന്ന മക്കളെ സന്ദർശിക്കാൻ പോകാറുണ്ട്. ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കുന്ന സഹായം പറയാറുണ്ട്. അപ്പം ഞാൻ തമാശയ്ക്ക് അമ്മയോട് പറയും, അമ്മേ ഞാൻ അമ്മയുടെ മോളാണെന്ന് പറഞ്ഞ് ഒത്തിരി മക്കൾ പ്രാർത്ഥനാ സഹായം പറയുന്നുണ്ട്. അമ്മ ഈശോയോട് ഇതെല്ലാം ഒന്ന് പറയണേ അമ്മേ. അമ്മ ഈശോയോട് പറയുമെന്നുള്ള ഒറ്റ ഉറപ്പിലാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ചേച്ചി ഒന്ന് പറയണോട്ടോ, ചേച്ചി പരിശുദ്ധ അമ്മയോട് പറഞ്ഞാൽ അമ്മ ഈശോയോട് തീർച്ചയായും പറയും, ചേച്ചി ഒന്ന് പറയണോട്ടോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഈശോയും പരിശുദ്ധ അമ്മയും ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയും പരിശുദ്ധ അമ്മയും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ തീരില്ല. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എത്രയേറെ നന്ദി പറഞ്ഞാലും തീരില്ല. അതിന് മാതിരിയിൽ അനുഗ്രഹങ്ങൾ ഈശോയും പരിശുദ്ധ അമ്മയും ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത്ര ബോൾഡാവാൻ കാരണം എൻ്റെ അടുത്ത് ഈശോയും പരിശുദ്ധ അമ്മയും ഇത്രയധികം അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നത് കൊണ്ടും അവരുടെ വലിയ സാന്നിധ്യം എനിക്ക് എപ്പോഴും അറിയാൻ സാധിക്കുന്നത് കൊണ്ടുമാണ്. ഒത്തിരിയേറെ പ്രതിസന്ധികളുടെ നടുവിലും ഞാൻ ഇത്ര ബോൾഡായിട്ട് ധൈര്യവതിയായിട്ട് നിൽക്കാൻ കാരണം. ലൂക്ക 1:35 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്ന് പറയുന്നത് പോലെ അതാണ് എന്നിലും സംഭവിച്ചത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, എത്രയൊക്കെ ഉടമ്പടി എടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഒന്നും നടന്നില്ല എന്നുള്ള നിരാശയുണ്ടെങ്കിൽ വേണ്ട, ആ നിരാശപ്പെടേ വേണ്ട. കാരണം ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. ഉടമ്പടി എടുത്ത ആദ്യ കാലങ്ങളിൽ എൻ്റെ ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും സ്വർഗത്തിന് മുഴുവൻ അറിയാമായിരുന്നു എപ്പോഴാണ് ആ അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ കൈകളിലേക്ക് എത്തിക്കേണ്ടത് എന്ന്. അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യിച്ചത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ ചോദിക്കുന്ന അനുഗ്രഹങ്ങളും അതിൻ്റെ ഇരട്ടിയിലും തരാൻ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്വർഗത്തിനും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ചില സമയങ്ങളിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യിക്കും. ആ വെയിറ്റ് ചെയ്യിക്കുന്നത് ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നമ്മുടെ ഒരുക്കത്തിൻ്റെ സമയമാണ്. ഈശോയിലേക്ക് തിരിച്ചു വരിക, പരിശുദ്ധ അമ്മയിലോട്ട് തിരിച്ചു വരിക, ഈശോയെ അകമഴിഞ്ഞ് സ്നേഹിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത് ഈശോയെ നിങ്ങൾ സ്നേഹിക്കേണ്ടത്. നിങ്ങൾ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈശോയും പരിശുദ്ധ അമ്മയും നിങ്ങൾ പ്രാർത്ഥിച്ച് മറന്നു കളഞ്ഞ നിയോഗങ്ങളിൽ ഇടപെടാൻ തുടങ്ങും. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. പ്രാർത്ഥിച്ച് മടുത്ത് കിടന്നൊരു നിയോഗമാണ് എൻ്റെ വീട് പണിയുടെ സാക്ഷ്യം. അതുപോലെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈശോയും പരിശുദ്ധ അമ്മയും എനിക്ക് തരുന്നു. അതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. കോടാനുകോടി നന്ദി. യെശയ്യാ 43 1 മുതൽ 3 വരെ തിരുവചനങ്ങൾ. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രയേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റെതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമാണ്. മഞ്ജു മാർട്ടിൻ എന്ന ഈ സഹോദരിയുടെ വളരെ ശക്തമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം ഈ നിമിഷങ്ങളിൽ കേട്ടത്. അമ്മ മാതാവ് എങ്ങനെ ഉടമ്പടിയിലേക്ക് ചേർന്ന് വരുന്ന മക്കളെ ഉരുക്കി വാർത്ത് ജീവിതം എത്ര കണ്ട് തകർന്ന് തരിപ്പണമായാലും പുനരുദ്ധരിച്ച് ദൈവസ്നേഹത്താൽ നിറച്ച് അനുഗ്രഹങ്ങളുടെ പെരുമഴ നൽകി ജീവിതത്തെ സുരക്ഷിതമാക്കും, വിശ്വാസത്തെ വിശ്വസ്തത കൊണ്ട് ബലപ്പെടുത്തും, ദൈവനാമത്തെ ഏതൊരു സാഹചര്യത്തിലും ഉദ്ഘോഷിക്കുവാൻ പറ്റുന്ന വിധം ജീവിതം എത്ര കണ്ട് ബലവത്താക്കും എന്ന് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. വലിയ കടബാധ്യതകളുമായി ജപ്തി നടപടി നേരിടുമ്പോൾ ഈ അൾത്താരയിൽ വന്ന് ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ ഒറ്റ വാക്യത്തിലാണ് മകളുടെ ജീവിതത്തിൻ്റെ 2ാം ജന്മം തുടങ്ങുന്നത്. അച്ഛൻ പറഞ്ഞത് സാക്ഷ്യം പറയുക എന്ന് മാത്രമാണ്. എന്തിന് സാക്ഷ്യം പറയണമെന്നോ, ജപ്തി ഒഴിവായതിനാണോ, വീട് വിറ്റുപോയതിനാണോ, എന്തിനൊന്നും പറഞ്ഞിട്ടില്ല. സാക്ഷ്യം പറയണമെന്ന് മാത്രം ഒരു ആശീർവാദം കൊടുത്ത്
മകളെ ഇവിടുന്ന് മടക്കി അയക്കുമ്പോൾ പിന്നെ കൂടെ ചെല്ലുന്നത് മുഴുവനും പരിശുദ്ധ അമ്മയും ഈശോയുമാണെന്ന് മകൾ ഈ എൽത്താരയിൽ ഏറ്റുപറയുകയാണ്. അമ്മ മാതാവും ഈശോയും കൂടെ ചെല്ലുകയും ഓരോ ദിവസവും സന്ദേശങ്ങൾ നൽകി എല്ലാവരും അരുതെന്ന് പറഞ്ഞ വീടിൻ്റെ നിർമ്മാണം അമ്മ തുടങ്ങുവാൻ വേണ്ടി അടയാളം കാണിച്ചു കൊടുത്ത് ആ അടയാളം ഓരോ തവണയും സ്ഥിരീകരിച്ച് വചനം കൊണ്ട് ബലപ്പെടുത്തി അമ്മ മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ശക്തീകരിച്ച് ആ പ്രവൃത്തികൾ മുന്നോട്ട് പോയതിനെയാണ് മകൾ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. പാദസരം ഊരാൻ പറയുന്നത്, വീട്ടിലുള്ള സ്വർണങ്ങൾ ശേഖരിച്ച് വിൽക്കാൻ പറയുന്നത്, അമ്മ മാതാവ് സുഗന്ധാഭിഷേകം നൽകുന്നത്, പ്രത്യേകമാമിതം കുറച്ചു പേർ വന്ന് ആ നിർമ്മാണം ഏറ്റെടുക്കുന്നത്, തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത്, തിരിയിൽ തന്നെ ഒത്തിരി തവണ ഓരോ ദിവസവും ആവർത്തിച്ച് 9 അക്കം തിരിയിൽ തെളിച്ചു കൊടുത്തുകൊണ്ട് ആ 9-ാം തീയതി ആയിരിക്കും വീടിൻ്റെ ആശീർവാദമെന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഫെബ്രുവരി 9-ന് ആശീർവദിക്കുവാനുള്ള കൃപ കൊടുത്തുകൊണ്ട് അമ്മ എങ്ങനെ അസാധ്യമെന്ന് കരുതിയത്, നാളെ ഒരു കുടുംബത്തിൽ ഒരു സ്വസ്ഥതയുള്ള വീട്ടിൽ ജീവിതമില്ലെന്ന് കരുതിയത് മുഴുവനും മാറ്റിമറിച്ച് സുന്ദരമായി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഏറ്റെടുത്ത് ജീവിതത്തെ അമ്മ മാതാവ് കരുതുന്നതിനെയാണ് ഈ മകൾ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ പറയുന്നുണ്ട്, എൻ്റെ പരിശ്രമങ്ങളെക്കാൾ ഉപരി ഞാൻ ഈശോയെ സ്നേഹിക്കുവാൻ, അമ്മ മാതാവിനെ സ്നേഹിക്കുവാൻ, ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ ഓരോ ദിവസവും ഞാൻ പുലർത്തിയ എൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണമാണ് എൻ്റെ കുടുംബത്തിനും ഭവനത്തിനും അനുഗ്രഹമാക്കി അമ്മ മാറ്റിയത്. ഒറ്റയ്ക്ക് വന്ന ഞാൻ കൂടെ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുവാൻ, ചേർത്ത് പിടിച്ച് വരുവാൻ, ഒത്തിരി പേരെ കൊണ്ടുവരുവാൻ, ഒത്തിരി പേർക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ, ഓരോരുത്തർക്കും ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പകരുവാൻ, അങ്ങനെ ഉടമ്പടി എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവിശ്വാസത്തെ കൈമാറ്റം ചെയ്യുവാനുമാണെങ്കിൽ അത് ജീവിക്കുവാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അമ്മ മകനോടൊപ്പം ഇറങ്ങി നിന്ന് എൻ്റെ ക്ലേശങ്ങൾ, എൻ്റെ മക്കളുടെ പഠനത്തിലുള്ള പോരായ്മകൾ, എൻ്റെ കുടുംബത്തിൻ്റെ ബാഹ്യമായ കുറേ പ്രശ്നങ്ങൾ എടുത്തു നീക്കി എൻ്റെതാണ്, പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, അനാഥരായി വിടുകയില്ല എന്ന സന്ദേശം നൽകിയതിനെയാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. വചനം പറയുന്നത് പോലെ, ആദ്യം നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈ കുടുംബത്തിന്, ഈ സഹോദരിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹത്തിന്, വിശ്വാസത്തിൻ്റെ ബലത്തിന്, അനേകർക്ക് നന്മ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾക്ക്, അതിനേക്കാൾ ഉപരി അമ്മയോടും ഈശോയോടും നിരന്തരമായ ബന്ധം പുലർത്തിക്കൊണ്ട് ആവുന്നത്ര നിരന്തരം സ്നേഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാൻ കരുത്തു കൊടുത്തതിന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമ്മുടെ നിയോഗങ്ങളും സമർപ്പിച്ച് ഈ സാക്ഷ്യം സമർപ്പിച്ച് നന്ദി പറയാം. അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 42ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കൽപ്പറ്റയിൽ നിന്നുള്ള അനിലയുടെയും കുടുംബത്തിൻ്റെയും വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് അനില, ഇതെൻ്റെ ഹസ്ബൻഡ് ജോയൽ, ഇത് ഞങ്ങളുടെ മകൾ ഹെദർ. ഞങ്ങൾ കൽപ്പറ്റയിൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃപാസന മാതാവിനെ പറ്റി കേട്ടറിവ് മാത്രമുള്ള ഒരു കുടുംബത്തിലേക്ക് ജീവിതത്തിൻ്റെ ഒരു നിർണായക നിമിഷത്തിൽ ദൈവമാതാവ് നേരിട്ട് സഞ്ചരിച്ചെത്തിയ ഒരു സാക്ഷ്യമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 68-ാം തിരുവചനം അനുസരിച്ച് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ച ഒരു വലിയ ദൈവിക ഇടപെടലാണിത്. അനില സാക്ഷ്യം പറയുന്നത് ഇപ്രകാരമാണ്. അനിലയുടെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് BP ഒരു 11 വരെ താന്നു പോകുന്ന, അങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്ന വളരെ ക്രിട്ടിക്കലായിട്ടൊരവസ്ഥയിൽ വെന്റിലേറ്ററിൽ ആക്കിയിരിക്കുന്ന ഈ ഭർത്താവിനെ രക്ഷിക്കാൻ ദൈവമാതാവ് തൻ്റെ സന്ദർശനം വഴിയൊരുക്കിയൊരു വലിയ സാക്ഷ്യപ്രകാരമാണ്. 2024 മെയ് 17-ന് എൻ്റെ ഭർത്താവ് വളരെ ക്രിട്ടിക്കലായി കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു.
അന്നേ ദിവസം ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നറിയില്ല, വന്നാൽ തന്നെ അത് ഏതവസ്ഥയിലായിരിക്കും വരിക എന്നറിയില്ല. അങ്ങനെ വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ഇങ്ങനെ വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന ഭർത്താവിൻ്റെ ഈ ICUയുടെ മുമ്പിൽ ബെഞ്ചിലിരിക്കുന്ന ഈ മകള് ഒരു 2:45 മണിയോട് കൂടിയിട്ട് രാത്രി സമയമാകുമ്പോൾ ഈ മകളുടെ അടുത്തേക്ക് പരിശുദ്ധ ദൈവമാതാവ് കടന്നു വരികയാണ്. അന്ന് ഞാൻ വളരെ പകച്ചു നിന്നൊരു നിമിഷങ്ങളായിരുന്നു അത്. എൻ്റെ കുഞ്ഞിനെയും പിടിച്ച് ഞാൻ ആ ICUവിൻ്റെ ഫ്രണ്ടിൽ ബൈസ്റ്റാൻഡേഴ്സ് ഇരിക്കുന്ന ആദ്യത്തെ ബെഞ്ചിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നില്ല. ആകെ എനിക്ക് ഓർമ്മ വരുന്നത് 91 സങ്കീർത്തനം മാത്രമായിരുന്നു. അത് ഞാൻ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അന്നേ ദിവസം രാത്രി ഒരു 2:45 ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ മകള് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അമ്മ ചുരിദാറാണ് ധരിച്ചിരുന്നത്, അമ്മയുടെ കഴുത്തിൽ ഒരു ജപമാല ഉണ്ടായിരുന്നു, കയ്യിൽ ഒരു കാശുരൂപം ഉണ്ടായിരുന്നു. എന്നിട്ട് വന്നിട്ട് ഈ മകളോട് പറയുകയാണ്, ഇതാരാണെന്ന് അറിയാമോ? കൃപാസനത്തിനെ പറ്റി എനിക്ക് വലിയ ധാരണകളൊന്നുമില്ല. ആകെ മാതാവിനെ അറിയാം, കണ്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞിട്ടുള്ള ചെറിയൊരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അറിയാം എന്നുള്ള രീതിയിൽ തലയാട്ടി. ഒന്നും തിരിച്ചു പറയാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ഞാൻ. നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. നീ ഭർത്താവിൻ്റെ അടുത്ത് കയറുമ്പോൾ ഈ കാശുരൂപം, കൃപാസന മാതാവിൻ്റെ കാശുരൂപം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് തൊട്ട് പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ നമ്മുടെ കൃപാസനത്തിൽ നിന്ന് നിർദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവമാതാവിൻ്റെ വലിയ കയ്യൊപ്പുണ്ട്, ദൈവപിതാവിൻ്റെ വലിയ നിർദ്ദേശമുണ്ട് എന്ന് വെളിവാക്കുന്ന ഒരു സാക്ഷ്യം കൂടിയാണിത്. കാരണം ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഈ കൃപാസനത്തിൽ നിന്ന് നിങ്ങൾക്ക് മരിയൻ ഉടമ്പടി വഴി നൽകുന്ന ഈ ഒരു കാശുരൂപം ഇത് നിങ്ങളുടെ ആധാരമാണ്. പരിശുദ്ധ ദൈവമാതാവിനെ നിങ്ങൾക്ക് എവിടെയെല്ലാം നിങ്ങൾ കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവോ, പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ നേരിട്ട് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ ഇടങ്ങളിലേക്കും ഈ കാശുരൂപം ഏന്തി വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാമെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ധ്യാനത്തിലുടനീളം ഈ മരിയൻ ഉടമ്പടി തുടങ്ങിയ കാലം തൊട്ട് നമ്മളോട് പറയുന്നതാണ്. ഈ അമ്മയും പരിശുദ്ധ ദൈവമാതാവും പറയുന്നത് പ്രകാരമാണ്, ഈ കാശുരൂപം നിന്റെ ഭർത്താവിൻ്റെ ദേഹത്ത് വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇപ്രകാരമാണ്. 2:45 പരിശുദ്ധ അമ്മ തൻ്റെ സന്ദർശനം വഴി മാതാവ് ഈ മകൾക്ക് സ്വയം വെളിപ്പെടുത്തുന്നു. 3 മണി മുതൽ 4 മണി വരെ ഈ ICUയുടെ മുമ്പിൽ ഈ മകൾ മുട്ടിന്മേൽ നിന്ന് സമ്പൂർണ്ണ ജപമാല ചൊല്ലി പൂർത്തിയാക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ പതിവ് പോലെ ഈ രോഗിയുടെ ആ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് ഡോക്ടർ പതിവ് പോലെ ഒന്ന് പറയുകയാണ്, ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട, കാരണം ആന്തരിക അവയവങ്ങളൊക്കെ പതുക്കെ ഡാമേജ് ആയി പോകും, ജീവിതത്തിലേക്ക് ഒരു റിക്കവറി പൂർണ്ണ ആരോഗ്യത്തോടെ സാധ്യമല്ല എന്നുള്ള ആ ഒരു പതിവ് സംഭാഷണം ഡോക്ടർ വീണ്ടും പറയും. പക്ഷേ അന്ന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം പരിശുദ്ധ ദൈവമാതാവ് നേരിട്ട് സന്ദർശിച്ച് ഈ മകൾക്ക് വല്ലാത്തൊരു ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം കിട്ടുകയാണ്. എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും, അത് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതിനുശേഷം എനിക്കൊരു തരി പോലും ഭയം തോന്നിയില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും ഡോക്ടർ വന്ന് പറഞ്ഞു, വീണ്ടും ക്രിട്ടിക്കൽ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അങ്ങനെ വളരെ വളരെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചു. പക്ഷെ അപ്പോൾ പോലും എനിക്കൊരു ഭയം തോന്നിയില്ല. എൻ്റെ മാതാവിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്ക് തന്നു. അന്ന് മാതാവ് ധൈര്യം തന്നു. പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്നുള്ള വലിയ ആത്മധൈര്യം ഈ മകൾക്ക് കിട്ടി. പുറപ്പാട് 33:14 അനുസരിച്ച് ഈ ഒരു വലിയ മരിയൻ സാന്നിധ്യം ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഈ മകൾ അനുഭവിച്ചറിയുകയാണ്. ജോഷുവ 3:50 അനുസരിച്ച് ശക്തനും ധീരനുമായിരിക്കാനുള്ള വലിയൊരു ആത്മധൈര്യം ഈ മകൾക്ക് കിട്ടുകയാണ്. അപ്പോൾ പിന്നീടുണ്ടായ സംഭവങ്ങൾ വൈദ്യശാസ്ത്രത്തെ ഞെട്ടിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ഈ ഹസ്ബൻഡ് വെന്റിലേറ്ററിൽ നിന്ന് റിക്കവർ ആവുകയും 2 ദിവസത്തിനുള്ളിൽ തന്നെ പിന്നീട് വീട്ടിൽ വരാൻ സാധിക്കുകയും ചെയ്തു. ഇത് വൈദ്യശാസ്ത്രത്തിന് നടക്കാത്തത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നേരിട്ടുള്ള ഒരു സന്ദർശനം വഴി നടന്ന ഒരു വലിയ സാക്ഷ്യമാണ്. ഈ മകള് മരിയൻ ഉടമ്പടി എടുത്തിട്ടില്ല. ഈ മകൾ പറയുന്നത് ഇപ്രകാരമാണ്, ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞ് ഉള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക് ഈ കൃപാസനത്തെ പറ്റിയും കൃപാസന മാതാവിനെ പറ്റിയൊക്കെ. പക്ഷേ ഈ മുട്ടിന്മേൽ നിന്ന് പരിശുദ്ധ ദൈവമാതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ മകൾ പറഞ്ഞൊരു വാക്കുണ്ട്,
എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന്. ആരോഗ്യം തിരിച്ചു കിട്ടിയ ഭർത്താവിനെയുമായിട്ടാണ് ഈ മകള് ഈ അത്ഭുത സാക്ഷ്യം ഈ സമയം അൾത്താരയിൽ പറയുന്നത്. വീണ്ടും ഈ മകള് പറയുന്നുണ്ട്, പിന്നെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷമാണ് കൃപാസനത്തിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചത്. അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി, എൻ്റെ ചേച്ചീനോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ തുടങ്ങി. ഞാൻ ആദ്യം ലൈറ്റൽ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അത് പോരാ, ഞാൻ ഉടമ്പടി എടുക്കണം. കാരണം എനിക്ക് ഇത്രയും, ഞാൻ ഉടമ്പടിയിൽ എടുക്കാതെ തന്നെ മാതാവ് എനിക്ക് ഇത്രയും അനുഗ്രഹം തന്നപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കണം എന്നെനിക്ക് മനസ്സിലായി. ഞാൻ എന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നെക്കൊണ്ട് കഴിയാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ആ ഉടമ്പടി ഫോളോ ചെയ്തു പോന്നു. പിന്നീടും ആ മകൾക്കുള്ളിലൊരു കുറ്റബോധമുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ ദൈവമാതാവ്, സ്വർഗത്തിലിരിക്കുന്ന ദൈവമാതാവ് നേരിട്ട് 2:45 മണിയായപ്പോൾ സന്ദർശിച്ചതിന് ഞാൻ ഇപ്രകാരം ഒന്ന് ചെയ്താൽ പോരാ, ഇവിടെ വന്ന് തന്നെ ഉടമ്പടി എടുക്കണം. അപ്പം ഈ മകള് ഉള്ളിൽ പറയുകയാണ്. പിന്നെ മൂന്നാഴ്ചയ്ക്ക് ശേഷം റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ അന്ന് ഒരു ചെറിയൊരു പ്രൊസീജിയർ ചെയ്യേണ്ടി വരും, ഒരു ദിവസം അഡ്മിറ്റ് ആവണം എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞു വിട്ടത്. അപ്പോൾ വീണ്ടും ചെക്കപ്പിന് പോയപ്പോൾ ഈ മകള് മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഡോക്ടർ ഇങ്ങനെ പറയണ്ട, അതായത് ഈ ഒരു ഇൻ്റർവെൻഷൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയണം. ഇതാണ് ഈ മകളുടെ മനസ്സിൽ നിയോഗം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൃപാസനത്തിൽ വന്ന്, വയനാട്ടിൽ നിന്ന് കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം എന്നാണ് ഈ മകൾ മനസ്സിൽ പറയുന്നത്. ആ മകളുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന ദൈവമാതാവ് വീണ്ടും കേൾക്കുന്നു. അന്ന് റീചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടേഴ്സ്, ഫോളോ അപ്പിന് പോയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി ആ ഒരു ഇൻ്റർവെൻഷൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ ഭർത്താവ് പൂർണ്ണ സൗഖ്യവാനായിരിക്കും. പിന്നീട് ഈ മകൾ പറയുന്നുണ്ട്, ആക്സിഡൻറ്റിനെ തുടർന്ന് ഹസ്ബൻഡിൻ്റെ ജോലിയുടെ വിഷയം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ഒരു പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ച്, അതായത് നിയമാവർത്തനം 8:3 തിരുവചനം അനുസരിച്ച് അജ്ഞാത മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഫോൺ കോൾ വിളിച്ചിട്ടാണ് മാതാവ് ഒരു ജോലി ഈ ഹസ്ബൻഡിന് ബാംഗ്ലൂരിൽ നല്ലൊരു ജോലി തരപ്പെടുത്തി കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ പറയുന്നുണ്ട്, ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വീട് ശരിയാകാനുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് മാതാവ് ആളെ വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു വീട്, അതും അവിടെ കിട്ടാവുന്നതിലും കുറഞ്ഞൊരു വാടകയ്ക്ക് മാതാവ് ഞങ്ങൾക്ക് ശരിയാക്കി തന്നു. വീണ്ടും ഡാനില എന്ന ഈ മകൾ പറയുന്നത് പ്രകാരമാണ് മകൾക്ക്, തൻ്റെ മകൾക്ക്, സ്വന്തം മകൾക്ക് ലഭിച്ച വലിയ വലിയ ദൈവാനുഭവങ്ങൾ, കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുത്തു പോകുന്ന ഈ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് കിട്ടുന്ന വലിയ വലിയ ദൈവാനുഭവങ്ങളാണ്. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ സ്വന്തം ചേച്ചി ഇപ്രകാരം പറയേണ്ട, എന്നും സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്നും അസുഖമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മരിയൻ ഉടമ്പടി പുതുക്കാൻ നേരത്ത് നിങ്ങൾക്കറിയാം ഉടമ്പടി തൈലം കിട്ടും. അപ്പോൾ ഈ ഉടമ്പടി തൈലം എല്ലാം ചേച്ചി എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് ഒരു ദിവസം തോന്നി ഇതൊക്കെ കുഞ്ഞുങ്ങളെ അപ്ലൈ ചെയ്ത് വിടണം, വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പങ്കുവയ്ക്കുകയായിരുന്നു, ഇങ്ങനെ ഈ ഉടമ്പടി തൈലം തേച്ച് കുഞ്ഞുങ്ങളെ യാത്രയാക്കാൻ തുടങ്ങിയപ്പോൾ ഈ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ വരുമ്പോൾ അവിടെയുള്ള എല്ലാ അസുഖവും വാങ്ങിച്ചുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. ഈ അമ്മയും പറയുന്ന പ്രകാരമാണ്, ഉടമ്പടി തൈലം തേച്ച് ഈ മകളെ കിടത്തിയ പിറ്റേ ദിവസം തന്നെ, അന്ന് രാത്രി മുഴുവൻ ഈ മകൾക്ക് കഫക്കെട്ട് കൂടിയിട്ട്, അനിലയുടെ മകൾക്ക് കഫക്കെട്ട് കൂടിയിട്ട് ഉറങ്ങാൻ പറ്റാത്ത, ഒരു ശ്വാസം കിട്ടാത്തൊരവസ്ഥയൊക്കെയായിരുന്നു. പല മരുന്നുകളും ഡോക്ടർ നിർദ്ദേശിച്ചത് കൊടുത്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഈ മകള് വിശ്വാസപ്രമാണം ചൊല്ലി ഈ ഉടമ്പടി തൈലം പ്രയോഗിച്ചപ്പോൾ പിറ്റേ ദിവസം ഒരു നോർമൽ ചൈൽഡ് എങ്ങനെയാണ് ശ്വസിക്കുന്നത്, ഈ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒറ്റ രാത്രി കൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് ആ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത്. വീണ്ടും ഇപ്രകാരം പറയുന്നുണ്ട്, പിന്നെ ഒരിക്കൽ എൻ്റെ കുഞ്ഞിൻ്റെ കൈ കാറിൻ്റെ ഡോറിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. ഈ 4 വിരലും ചതഞ്ഞ പോലെയായിരുന്നു. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. കൃപാസന ഉപ്പും തേനും നാവിൽ വെച്ച് കൊടുത്തു. നീര് ആദ്യം ചെറുതായിട്ടൊന്ന് വന്നു. 1 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ ഒരു നീരുമില്ല, ഒരു പാടുപോലും ഇല്ലാതെ മാതാവ് സൗഖ്യമാക്കി തന്നു. ഇപ്രകാരം ഈ ഒരു സാക്ഷ്യം നമ്മൾ വിലയിരുത്തുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, അതായത് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് ഇപ്രകാരമാണ്. അതായത് തൻ്റെ ജനവുമായി, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി ഉടമ്പടിയിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു ദൈവിക സ്നേഹ പദ്ധതിയായിട്ടാണ് ഈ ഒരു സാക്ഷ്യം എനിക്ക് മനസ്സിലായത്. കാരണം
ഈ അനില എന്ന മകൾക്ക് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, കൃപ വന്ന് നിറയാനുള്ള. കൃപയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, കൃപ വന്ന് നിറയാൻ എപ്പോഴും നമുക്കൊരു കണ്ടെയ്നർ വേണം. അതിന് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ നമുക്കൊരു ചേഞ്ച് വേണം. അതായത് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെ ഗ്രേസ് ഓൾവേസ് ബിൽഡ്സ് അപ്പോൺ നേച്ചർ. ഒരുവൻ്റെ പ്രകൃതിയിലാണ് കൃപ എപ്പോഴും ഉണ്ടാകപ്പെടുന്നത്, അതുമല്ലെങ്കിൽ വന്ന് നിറയപ്പെടുന്നു. പരിശുദ്ധ ദൈവമാതാവിനെ ഗബ്രിയേൽ ദൂതൻ അഭിസംബോധന ചെയ്തത് ഇപ്രകാരമാണ്: കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. എന്തുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിനെ കൃപ നിറഞ്ഞവൾ എന്ന് വിളിക്കുന്നത്? കാരണം ദൈവിക പദ്ധതികളോട്, ദൈവിക സന്ദേശങ്ങളോട് ഒട്ടും തന്നെ ഒരു അവിശ്വാസമില്ലാതെ, അതുമല്ലെങ്കിൽ ചഞ്ചലിപ്പില്ലാതെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് വചനം നടപ്പിൽ വരുത്താനുള്ള ഒരു ദൈവസ്നേഹ തീക്ഷ്ണത ദൈവമാതാവിനുണ്ടായിരുന്നു. അതാണ് തുടർന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്ത് പറയുന്നതും. ലൂക്കായുടെ സുവിശേഷം 1:45 തിരുവചനം: കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ ഈ ഒരു പരിശുദ്ധ ദൈവമാതാവിൻ്റെ നടപടിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വചനമാണ് മത്തായി 5:47. ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഒരു വചനമാണ്. അതായത് വിശേഷവിധിയായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വചനം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്: ജോമോളെ, കഠിന വചനങ്ങൾ നടപ്പിൽ വരുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൃപ ലഭിക്കുന്നത്. കഠിന വചനങ്ങൾ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മംഗളവാർത്ത സന്ദേശം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു സദ്വാർത്ത, അതും അല്ലെങ്കിൽ ഒരു സുവിശേഷമാണ്. പക്ഷേ പരിശുദ്ധ ദൈവമാതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സദ്വാർത്ത ആയിരുന്നില്ല. കാരണം എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ദൂതൻ മറുപടി പറയുന്ന പ്രകാരമാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. ലൂക്കായുടെ സുവിശേഷം 1:35 തിരുവചനം. അപ്പോൾ പുരുഷനെ അറിയാതെ ഗർഭിണിയായ ഒരു യഹൂദ സ്ത്രീക്ക് നേരിടാനിരിക്കുന്ന എല്ലാ അപവാദങ്ങളെക്കുറിച്ചും ഫുള്ളി കോൺഷ്യസ് ആയിട്ടുള്ള, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്ന കൃപ നിറഞ്ഞവളായ ദൈവമാതാവ് ആ ഒരു കുരിശിന്റെ വചനത്തോട് പറയുന്നൊരു ഉത്തരമുണ്ട്. എന്താണത്? ലൂക്ക 1:38: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഇങ്ങനെ കഠിന വചനങ്ങൾ, കുരിശിന്റെ വചനങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഈ വലിയൊരു കൃപയുടെ രക്ഷാകര അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അതുമല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശേഷവിധിയായിട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒരു എപ്പിക്, അതുമല്ലെങ്കിൽ ഒരു അപ്പെക്സ് എന്ന് പറയുന്നത് ഈ ഒരു വചന നടപടിയാണ്. ഇവിടെ ഈ മകള്, അനില എന്ന മകള് പറയുന്നുണ്ട്, 2:45 സമയം ഇതേപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മകൾ അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കുദാശയിലൂടെ ഒന്നായ ഒരു മകൾക്ക് ജന്മം നൽകിയ ഈ ഒരു യുവതിയായ ഒരു അമ്മയാണ്. അപ്പോൾ തൻ്റെ ഭർത്താവിനെ ഈ ഒരു അകാലത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഇങ്ങനെ ചങ്ക് പൊടിഞ്ഞിരിക്കുന്ന സമയത്താണ് ദൈവമാതാവിൻ്റെ വലിയ സന്ദർശനത്തിലൂടെ ഒരു വചനം കൈമാറപ്പെടുന്നത്. അതിപ്രകാരമാണ്: 1, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. 2, ഈ കാശിരൂപം മാതാവ് കാണിച്ചിട്ട് പറഞ്ഞു, ഈ കാശിരൂപം തൊട്ട് പ്രാർത്ഥിക്കണം, ഭർത്താവിനെ തൊട്ട് പ്രാർത്ഥിക്കണം. ഈ മകള് ആ സമയം ആ ഒരു കഠിന വചനം നടപ്പിൽ വരുത്തുകയാണ്. എന്താണ് അവൾ ചെയ്തത്? അനില എന്ന മകൾ ആ സമയം തന്നെ അവിടെ മുട്ടിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനം പരസ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആ മകൾ മുട്ടിൽ നിന്ന് 1 മണിക്കൂർ പറയുന്നുണ്ട്, 3 to 4, 3 മണി മുതൽ 4 മണി വരെ ഞാൻ ആ ജപമാല പൂർത്തിയാക്കിയത്. അവിടെയാണ് ആ മകൾക്ക് വലിയൊരു രക്ഷാകര അനുഭവം കിട്ടിയത്. പരിശുദ്ധമ്മയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ ഒരു സെക്കൻഡിൽ തന്നെ ദൈവമാതാവായി പരിശുദ്ധമ്മ ഉയർത്തപ്പെടുകയാണ്. അതാണ് എലിസബത്തിൻ്റെ സന്ദർശന വേളയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ. അതെ, കഠിന വചനങ്ങള്, കുരിശിൻ്റെ വചനങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സാധാ
ഒരു ജീവിത സാഹചര്യത്തിൽ നിങ്ങളൊരു വചനം നടപ്പിൽ വരുത്തുന്നതിനേക്കാൾ 1000 മടങ്ങ് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ അനിലയുടെ സാക്ഷ്യത്തിലൂടെ ഈശോ നീ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു എങ്ങനെയാണ് കുരിശിൻ്റെ സമയത്ത്, ജീവിത പ്രതിസന്ധികളുടെ സമയത്ത് കഠിന വചനങ്ങൾ സുവിശേഷ വിഹിതമായി നടപ്പിൽ വരുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് അത് കാണിച്ചു തന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവപിതാവിനോട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനേകം കുരിശുകളിലൂടെ ഞങ്ങൾക്കൊക്കെ താങ്ങാനാവാത്ത പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ. ഈ സമയത്തെല്ലാം നിന്റെ സന്ദർശനം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നീ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ദൂതനെ, അതുമല്ലെങ്കിൽ വ്യക്തികളെ ഞങ്ങളുടെ മുമ്പിൽ നീ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നീ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഇടത്തേക്ക്, നിത്യതയിലേക്ക് ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുവാൻ കൃപയാകണമേ, മനസ്സാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക.